സാറിന്റെയും അനീസ് സാറിന്റെയും ഒക്കെ സ്പീച്ച് ഒക്കെ നമുക്ക് ഒരുപാട് ഉപകാരപ്പെട്ടിട്ടുണ്ട്. പിന്നെ അതിൽ എല്ലാത്തിലും ഉപരി നമ്മൾക്കൊരു ടീം, നമ്മളെ കൂടെ ഒരു ടീം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ആ ഒരു ടീം ഒരുപാട് എന്താ പറയാ, അത്രയും എനിക്ക് തോന്നുന്നു മൊത്തം എന്റെ ഇൻകം സൈഡ് ഒരുപാട് ആണുങ്ങളും പെണ്ണുങ്ങളും ഒക്കെ ഉണ്ടെങ്കിലും വീക്ക് സൈഡിൽ ഇൻകം സൈഡ് പവർ സൈഡിൽ ആണുങ്ങളും പെണ്ണുങ്ങളും ഉണ്ടെങ്കിൽ ഇൻകം സൈഡിൽ ഒട്ടുമുക്കാലും എനിക്ക് തോന്നുന്നു 99.5% വരെ ലേഡീസ് തന്നെയാണ്. അതെനിക്ക് അഭിമാനത്തോടു കൂടി പറയാൻ പറയും. നമുക്ക് ഒരുപാട് കഴിവുകളുണ്ട്, പക്ഷെ നമ്മളത് ഉള്ളിൽ നിന്ന് എടുക്കുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം. ആ ലേഡീസ് ആണ് കഴിഞ്ഞ മുന്നത്തെ വെള്ളിയാഴ്ച 23.5 ലക്ഷം ബിസിനസ് വോളിയം എൻ്റെ ഓർഗനൈസേഷൻ ടൂവില് പർച്ചേസ് ചെയ്തിട്ട് അതിന്റെ പിന്നെ 2,10,000 എന്ന് പറഞ്ഞ എമൗണ്ട് എൻ്റെ അക്കൗണ്ടിലേക്കും കമ്പനി ഒരിക്കലും ഞാൻ വിചാരിച്ചിട്ടില്ല, ആഗ്രഹിച്ചിട്ട് പോലുമില്ല. ബിസിനസ് ഇങ്ങനെയൊക്കെ പോയാൽ മതി എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. ഫീലിംഗ് എന്നൊക്കെ പറയുമ്പോൾ അത് ഇപ്പൊ അത്രയും വലിയ ടീമുള്ള ആളുകൾക്കല്ലേ ഉണ്ടാവുക ഞാൻ ചിന്തിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ ദൈവം സഹായിച്ച് കഴിഞ്ഞ വെള്ളിയാഴ്ച എൻ്റെ അക്കൗണ്ടിലേക്കും ആ ഒരു എമൗണ്ട് വന്ന സമയത്ത് ഒരുപടി അഭിമാനം തോന്നി കമ്പനിയോടും എൻ്റെ ടീമിനോടും എൻ്റെ ലീഡേഴ്സിനോടും. അപ്പൊ എന്തായാലും ഈ ഒരു ബിസിനസ്സിൽ വരുന്നതിന് മുമ്പേ ഒരു 7.5 വർഷം മുന്നേ ഞാൻ പക്ക നെഗറ്റീവ് ആയ ഒരു ലേഡി ആയിരുന്നു. എനിക്ക് തോന്നുന്നു ഇത്രയും ദ്രോഹങ്ങളൊന്നും ഒരിക്കലും ഒരു ലേഡീസും ഹസ്ബൻഡിനോട് ചെയ്തിട്ടുണ്ടാവില്ല. അത്രയും ഒരുപാട് നെഗറ്റീവ്. കാരണം അതിന് ഒരു പ്രധാനപ്പെട്ട കാരണമുണ്ട്. എന്ത് ബിസിനസ് ചെയ്യുകയാണെങ്കിലും അത് തകർന്ന് തരിപ്പണാവുന്ന ഒരു സാഹചര്യത്തിലാണ് ഞാൻ തുടക്കം മുതലേ ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഏതൊരു ബിസിനസ് ചെയ്യുമ്പോൾ ഹസ്ബൻഡ്, ഞങ്ങൾക്ക് ഭാഗ്യമില്ലാത്തതുകൊണ്ടാണെന്ന് ഞാൻ ചിന്തിക്കും. അത് പൊട്ടിപ്പോകുന്നത് ഭാഗ്യമുള്ളവർക്കേ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ എന്നുള്ളൊരു ചിന്താഗതിയാണ്. 5 ലക്ഷം മുടക്കി ഒരു തുണി ഷോപ്പൊക്കെ നടത്തി 7 വർഷം ആ ഒരു ഷോപ്പ് കൊണ്ടുപോയി നടന്നതിന്റെ ഫലമായിട്ട് 10-13.5 ലക്ഷം കടബാധ്യതയിൽ നിൽക്കുമാണ് ഈ ഒരു അവസരം ഞങ്ങളെ ഷോപ്പിലേക്ക് സുധാരേട്ടനും ഭവാനി സാറും കൂടി കൊണ്ടുവരുന്നത്. ഇപ്പൊ ഏതൊരാളാണെങ്കിലും എന്താ പറയാ, നോർമലായിട്ട് ചിന്തിക്കുന്ന ഒരാളും ഈ ഒരു ബിസിനസ് ഏറ്റെടുത്ത് ചെയ്യാൻ സമ്മതിക്കൂല. കാരണം അത്രയും ബാധ്യത. 850 രൂപ കൂലിപ്പണിക്ക് പോകണ്ട ഹസ്ബൻഡ്, പക്ഷെ അത് രാവിലെ തൊട്ട് ഒരു 3 മണി വരെ പണിക്ക് പോയാൽ ഒരു 850 രൂപ കിട്ടും. അതിനുശേഷം ഷോപ്പിൽ നിൽക്കുക ചെയ്യാം. രണ്ടും കൂടി ആകുമ്പോൾ എങ്ങനെയെങ്കിലും തട്ടിമുട്ടി പോവാന്നുള്ളത്. പക്ഷെ അത് ഒരിക്കലും മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല എന്നുള്ളത് പിന്നെ ഞങ്ങൾക്ക് മനസ്സിലായി. കാരണം കട ഇങ്ങനെ ഒരു ഭാഗത്ത് കുന്നുകൂടുന്നുണ്ട്, ഷോപ്പ് ഒഴിവാക്കാനായിട്ട് തോന്നുന്നില്ല, നാളുകളിലേക്ക് രക്ഷപ്പെടുന്നുള്ള ഒരു പ്രതീക്ഷയോടുകൂടി മുന്നോട്ട് പോയി. പക്ഷെ അതൊരു പ്രതീക്ഷ മാത്രമായിരുന്നു. അങ്ങനെയാണ് സാറ് വന്നിങ്ങാണ്ട് പറയുന്നത്, ഇത് കുറച്ച് സോപ്പും പേസ്റ്റും ഉള്ളിലേക്ക് കഴിക്കുന്ന കുറച്ച് വെൽനസ് പ്രൊഡക്റ്റുകളാണ്, ശ്രീജേച്ചി ഇതൊന്ന് സുധാരേട്ടന് വിറ്റ് കൊടുക്കണം എന്നാണ്. സുധാരേട്ടനും പറഞ്ഞു, ശ്രീജ എനിക്ക് ഇതൊന്ന് സഹായിച്ചു തരണം. കാരണം ആളൊരു ഹസ്ബൻഡിന്റെ ഫ്രണ്ടാണ് സുധാരൻ എന്ന് പറഞ്ഞ ആള്. കിഡ്നി പേഷ്യന്റ് ആയിട്ട് പിന്നെ അവർക്ക് ജോലിക്കൊന്നും പോകാൻ പറ്റാത്തൊരു സിറ്റുവേഷനിൽ ഒരു പേസ്റ്റ് വിറ്റാൽ 50 രൂപ കിട്ടും. അതിൽ 30 എനിക്ക് തന്നാൽ മതി, 20 നീ എടുത്തോന്ന് പറഞ്ഞിട്ടാണ് തരുന്നത്. ഞാൻ വിൽക്കുന്നതിന്റെ കൂലി എന്നുള്ള ഒരു ഒരു ലെവലില്. അപ്പോ ഇത് കണ്ടപ്പോ തന്നെ എനിക്ക് ഭയങ്കര ദേഷ്യ തോന്നിയത്. കാരണം ഇനി ഉള്ളിലേക്ക് കഴിക്കാനുള്ള മരുന്നാണ്, ഇനി അത് കഴിച്ചിട്ട് ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും സംഭവിച്ചാൽ അതിന് ജയിലിൽ പോയി കിടക്കാൻ പറ്റില്ല എന്നുള്ള ആ ഒരു ടോക്ക് തന്നെയാണ് ഞാൻ സംസാരിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ 3-4 ദിവസം സാർ എന്നും വരും. നമുക്കൊരാളെ കിട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം നമ്മൾ ഫോളോ അപ്പ്, അതിൽ ഏറ്റവും പ്രധാനം പറയുന്നത് ഈ ഒരു ബിസിനസ്സിൽ ഫോളോ അപ്പിന് വലിയൊരു പ്രാധാന്യം ഉണ്ട് എന്നുള്ളത്. സാർ എന്നും എന്നെ ഫോളോ ചെയ്യും. രാവിലെ വന്ന് ഷോപ്പിൽ വന്ന്, സാറാണെച്ചാൽ ഭാര്യ വീട്ടിൽ, ഇവിടെ ഞങ്ങളെ വീടിന്റെ അടുത്താണ് അയാളെ ഭാര്യ വീട്. അതുകൊണ്ട് തന്നെ വീടൊന്നും എറണാകുളത്തുനിന്ന് അവിടുന്ന് ഫ്ലാറ്റിൽ നിന്ന് പോന്നിട്ട് ഇവിടെ ഭാര്യ വീട്ടിൽ, ഇവിടെ വീടൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ ഭാര്യ വീട്ടിൽ വന്നിട്ടാണ് താമസിക്കുന്നത്. പക്ഷെ ഭാര്യ വീട്ടിൽ അമ്മായിയച്ഛൻ എണീക്കുന്നതിന്റെ മുമ്പേ അവിടുന്ന് ഇറങ്ങി പോരുകയും ചെയ്യും. അമ്മായിയച്ഛൻ കിടന്നിട്ടാണ് വീട്ടിൽ പോയി കിടക്കുക. അങ്ങനെയുള്ള ചില ആണുങ്ങൾക്കൊക്കെ ഭയങ്കര ഒരു മടിയായിരിക്കും ഹസ്ബൻഡ് ഭാര്യ വീട്ടിൽ പോയി നിൽക്കുക എന്ന് പറയുന്നത്. അങ്ങനെ ആ ഒരു സാഹചര്യത്തിൽ സാർ എന്നും ഞങ്ങളെ ഷോപ്പിൽ വരും. വന്നിട്ട് എന്നോട് ഈ പ്ലാനാ പറഞ്ഞുതരാം. പക്ഷെ ഞാൻ ഒരിക്കലും എനിക്കിത് താല്പര്യമില്ലാത്തതുകൊണ്ട് തന്നെ ഒരു ചെവിയിൽ കൂടി കേട്ട് മറു ചെവിയിൽ കൂടി അങ്ങ് തള്ളിക്കളയാ ചെയ്ത്. അങ്ങനെ കുറെ ദിവസം ഇങ്ങനെ നോക്കി, ഒരു പ്രൊഡക്റ്റും പോകുന്നില്ല. 4 ദിവസം കഴിഞ്ഞപ്പോൾ മതിയേട്ടൻ്റെ പറയുന്നത്, സുധാകരൻ അത് വിറ്റ് കൊടുത്തില്ലെങ്കിൽ മോശമാണ് ശ്രീജ, ഞാനിത് ഒന്ന് കൊണ്ടുപോയി വിൽക്കട്ടെ എന്നും പറഞ്ഞുകൊണ്ട് സഞ്ചിയിലിട്ട് കൊണ്ടുപോയി ഒരു സൈക്കിള് പോലും ഇല്ല ആ സാഹചര്യത്തിൽ വീടാന്തരം കൊണ്ടുവന്ന് വിൽക്കാൻ തുടങ്ങി. അങ്ങനെ വൈകുന്നേരം വന്ന സമയത്ത് നല്ലോണം പ്രൊഡക്റ്റ് പോയിട്ടാണ് നല്ലോണം പ്രൊഡക്റ്റ് വിറ്റ് വന്ന്. കാരണം ആൾക്കാണെങ്കിൽ ഭയങ്കര പോസിറ്റീവ് ചിന്താഗതിയാണ്. ഒരാളോട് സംസാരിക്കണമെങ്കിൽ ഭയങ്കര ഒരു കോൺഫിഡൻസാ. പിന്നെ ഒരു പേസ്റ്റ് കൊടുക്കണം എന്ന് വിചാരിച്ച ആൾക്ക് അത് കൊടുത്തിട്ടേ പോരും. അതുകൊണ്ട് തന്നെ നല്ലോണം പ്രൊഡക്റ്റ് പോയിനോട് വന്ന് പറഞ്ഞ് നല്ലോണം പോകുന്നുണ്ട്, ഒരു കുഴപ്പമില്ല പറഞ്ഞ് ഭയങ്കര സന്തോഷത്തോടു കൂടി വന്ന്. പിറ്റേന്ന് വാനി സാർ വന്ന സമയത്ത് ഒട്ടുമുക്കാല് പ്രൊഡക്റ്റും അവിടെ കാണുന്നില്ല. അപ്പൊ എന്നോട് ചോദിച്ചു പ്രൊഡക്റ്റ് ഒക്കെ എവിടെ പോയി വെച്ച്. ഞാൻ പറഞ്ഞു എന്റെ ഹസ്ബൻഡ് കൊണ്ടുപോയി വിറ്റ് എന്ന് പറഞ്ഞു. അപ്പൊ സാറ് ഞെട്ടിപ്പോയി. കാരണം വെച്ചാൽ പുതിയേട്ടൻ അതുവരെ കണ്ട വേറൊരു ലെവലിലായിരുന്നു സാറ് കണ്ടിട്ടുണ്ടായിരുന്നത്. ഈ രൂപമൊന്നുമല്ല
താടിയും മുടിയൊക്കെ നീട്ടിയിട്ട് ഒരു ഭ്രാന്തൻ വേഷത്തിൽ തന്നെയായിരുന്നു ആള്. കാരണം എന്റെ സ്വരിക്കേട് വേറെ വീട്ടിലെത്തിയാലും സ്വസ്ഥത ഉണ്ടാവില്ല. ഒരു കടം പെരുകിയ ഒരാൾക്ക് വീട്ടിൽ ഒരു സമാധാനം ഉണ്ടല്ലോ. ഭാര്യയുടെ വകയാണെങ്കിലും കുടുംബത്തിലെ വകയാണെങ്കിലും കടക്കാരും എല്ലാ ഭാഗത്തുനിന്നും ഈ ഒരു ഇങ്ങനെ വന്ന സമയത്ത് ആകെ ഡൗൺ ആയി. മൂപ്പര് ആ ഒരു ലെവലിലായിരുന്നു. അപ്പം ഭവാനി സാർ വിചാരിച്ചത് എന്താ വെച്ചാൽ ശ്രീജേച്ചിക്ക് ഇത് സാധിക്കും വിൽക്കാനുള്ളത് എന്നുള്ള സാറിനെ മാത്രം എന്നെ മാത്രമേ നോക്കിയിട്ടുണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ പിറ്റേന്ന് മുതൽ സാർ എന്ത് ചെയ്ത് മെല്ലെ പ്ലേറ്റ് മാറ്റി. കുറേ ദിവസമായി ശ്രീജേച്ചിയോട് ഞാൻ കാര്യം പറയുന്നത്. പക്ഷെ മൂപ്പത്തി അത് ഏറ്റെടുത്ത് ചെയ്യുന്നു തോന്നുന്നില്ല എന്ന് മനസ്സിലായപ്പോ നേരെ സാർ എന്ത് ചെയ്തു, ഉച്ച വരെ ഞങ്ങളെ ഷോപ്പിൽ വരാതെ ഉച്ചയ്ക്ക് ശേഷം പുതിയേട്ടൻ പണി കഴിഞ്ഞ് വരുന്നവരെ കാത്തു നിന്ന് ഉച്ചയ്ക്ക് ശേഷം വരാൻ തുടങ്ങി. അങ്ങനെ പുതിയേട്ടനോട് പറഞ്ഞു. അപ്പോഴേ പുതിയേട്ടൻ നല്ലോണം റീറ്റെയിലും റീപർച്ചേസ് ചെയ്യാൻ കിട്ടാറില്ല. കാരണം വെച്ചാൽ റീറ്റെയിൽ ചെയ്യുന്ന കിട്ടുന്ന പൈസ ഞങ്ങൾ എന്ത് ചെയ്യും, കടക്കാർ വരുമ്പോൾ ഓർക്ക് കൊടുത്തു കൊടുക്കും. അരി വാങ്ങും, മീൻ വാങ്ങും, സാധനങ്ങളൊക്കെ വാങ്ങാൻ എടുക്കും. വെള്ളിയാഴ്ച നമുക്ക് റീപർച്ചേസിന് വരുമ്പോൾ സാറ് ചോദിക്കും പൈസയുടെ നോക്കുമ്പോൾ പൈസ ഒക്കെ തീർന്നുണ്ടാവും. ലാസ്റ്റ് മുതല് പോലും, കാരണം സുധാരേട്ടനാണ് ഞങ്ങൾക്ക് കൊണ്ടു തന്നത് ഒരു 5000 രൂപേന്റെ പ്രൊഡക്റ്റ്. ആ മുതല് പോലും തിന്നുന്ന സാഹചര്യം വന്ന സമയത്ത് സാറ് വന്ന് പറഞ്ഞ്, പ്രതിവേട്ട ഇത് നിങ്ങൾ വിത്ത് തിന്നു പോകരുത്. ഈ 5000 രൂപേന്റെ പ്രൊഡക്റ്റ് നടന്ന നിങ്ങളെ വിത്താണ്. ഇതിൽ കിട്ടുന്ന പ്രോഫിറ്റ് മാത്രമേ നിങ്ങൾ സാധനങ്ങൾ അരിയും സാധനമൊക്കെ വാങ്ങാൻ എടുക്കാവൂ. ഇത് നിങ്ങൾ ചെയ്യുന്ന ഇതാണ്. നിങ്ങൾക്ക് ആരും കിട്ടിയില്ലെങ്കിൽ പോലും നിങ്ങൾ റീപർച്ചേസ് കൂടി നിങ്ങൾക്ക് റാങ്കും ചെയ്യുക, നിങ്ങളെ എങ്കും ഇറക്കാന്നുള്ള ലെവലിൽ ഞങ്ങൾക്ക് വരച്ച് കാണിച്ചു തന്ന സമയത്താണ് മനസ്സിലായത് ഈ റീപർച്ചേസിന് ഇത്രയും സാധ്യത ഉണ്ടെന്നുള്ളത്. അങ്ങനെ എന്ത് ചെയ്താ തെറ്റ് തിരുത്താൻ തുടങ്ങി. എന്തായാലും കടം പെരുകി ഞെരുങ്ങിയും ജീവിക്കാണ്. പക്ഷെ എന്നാലും നിങ്ങൾ ഈ മുതൽ തിന്നിരുന്നതാണ്. അങ്ങനെ ഞങ്ങളെ കൊണ്ട് പിന്നെ 55,000 രൂപേന്റെ സ്റ്റോക്ക് എടുക്കണം എന്നാണ് സാറ്. ഞങ്ങളെ കയ്യിൽ ഒന്നുമില്ല, സുധാരേട്ടനാണ് കൊണ്ടു കൊടുക്കുന്നത്. പക്ഷെ സുധാരേട്ടൻ അത്രയും കൊണ്ടു കൊടുക്കാൻ പറ്റൂലല്ലോ. സുധാരേട്ടനാണെങ്കിൽ നല്ലോണം വിൽക്കുന്നുണ്ട്. ഇതൊക്കെ സാറ് കാണാം. അവന് പ്രതിവട്ടം നല്ലോണം റീറ്റെയിൽ ആ സമയത്ത് മംഗലാപുരം പോയിട്ട് വേണം പ്രൊഡക്റ്റ് ഒക്കെ എടുക്കാൻ. എറണാകുളത്തും മംഗലാപുരം പോയിട്ട് ഭവാനി സാർ കൊണ്ടു കൊടുക്കുക ചെയ്യാം. അപ്പൊ ഏതായാലും ഞാൻ പോവുകയാണ്, ഇവിടെ ഒന്നുമില്ല പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞ് ഞങ്ങളെ നിർബന്ധിച്ച് കുടുംബശ്രീ. അപ്പൊ എന്റെ അടുത്ത് വന്ന് പറഞ്ഞത്, പ്രതിഭട്ടന് എന്തായാലും വിൽക്കുന്നുണ്ട് ശ്രീജേച്ചി, അത് നിങ്ങൾ എന്തെങ്കിലും ഒന്ന് ഹെൽപ്പ് ചെയ്യണം എന്ന് പറഞ്ഞു. പക്ഷെ മനസ്സില്ലാ മനസ്സോടുകൂടി, കാരണം സാറ് പറഞ്ഞത്ര കാര്യമില്ല, ഇത്രയും കടം ഉണ്ടായിട്ടും ഞങ്ങളെ കൊണ്ട് ഇത്രയും പൈസനെ കൊണ്ട് എടുപ്പിക്കണം സാറേ എന്ന് വെച്ചപ്പോൾ പറഞ്ഞു, ഇതിൽ നിങ്ങൾക്ക് ഒരു പ്രൊഡക്റ്റ് പോലും എടുത്ത് കളയേണ്ടി വരില്ല. നിങ്ങൾക്ക് പോകാത്തത് എന്താണോ ഉള്ളത് വെച്ചാൽ അത് ഇങ്ങോട്ട് മാറ്റിയെടുത്തിട്ട് ഞാൻ പോകുന്ന ഇങ്ങോട്ട് തരും, സോപ്പോ പേസ്റ്റോ എന്താണോ വെച്ചാൽ. അപ്പൊ നിങ്ങൾക്ക് തുണി ഷോപ്പിൽ നിങ്ങൾക്ക് ലക്ഷങ്ങൾ മുടക്കിയിട്ട് ലക്ഷങ്ങൾ കടായിട്ടുണ്ടെങ്കിൽ ഇതിൽ 1 രൂപ കടാക്കാൻ ഞാൻ സമ്മതിക്കൂല. അത് ഞാൻ നോക്കിക്കോളാം പ്രതിഭാട്ടൻ എന്ന് പറഞ്ഞ് കാര്യങ്ങളൊക്കെ വന്ന് പറഞ്ഞ സമയത്ത് ആ പ്ലാനും വരച്ചു തന്ന് ഇങ്ങനെ ഇങ്ങനെ കിട്ടും എന്ന് പറഞ്ഞപ്പോൾ അതൊന്നും ഞാൻ കേട്ടില്ല. പക്ഷെ വിൽക്കുന്നുണ്ടല്ലോ നല്ലോണം. അങ്ങനെ കുടുംബശ്രീയിൽ നിന്ന് 55,000 ലോൺ എടുത്ത് ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തു. അങ്ങനെ സാറ് പറഞ്ഞ ഇനി എന്തായാലും പ്രൊഡക്റ്റ് ഒക്കെ കയ്യിലുണ്ട് പ്രതിഭട്ട, നിങ്ങൾ ഈ കോലത്തിൽ ഒരു ആളെ വീട്ടിലേക്ക് ഇതുവരെ നിങ്ങൾ റീറ്റെയിലും റീപർച്ചേസും മാത്രമല്ല, ഇതിലൊരു ബിസിനസ് ഉണ്ട്. കാരണം ഇതിലൊരു ടീം ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ നാളെ നിങ്ങൾ വീട്ടിലിരുന്നാലും വരുമാനമാണ്. അപ്പൊ അതെങ്ങനെയാന്ന് വെച്ചു അത് ഞാൻ കുറെ ശ്രീജി ആ പ്ലാനൊക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു. മുപ്പത്തി അത് ശ്രദ്ധിക്കുന്നില്ല. നിങ്ങൾ ഇത് കേൾക്കണം എന്ന് പറഞ്ഞ് പ്രതിഭടനെ അടുത്തിരുത്തി പ്ലാന് പറഞ്ഞു കൊടുത്ത്, ഇതുവരെ നിങ്ങൾ നല്ലോണം റീറ്റെയിൽ ചെയ്തിട്ടുണ്ട്. ആ റീറ്റെയിൽ ചെയ്ത ആളുകളൊക്കെ ഇങ്ങോട്ട് പേരും അഡ്രസ്സും പോയി വാങ്ങിയിട്ട് അവരെ ശ്രീജേച്ചി ഐഡിന്റെ അണ്ടറിലേക്ക് ഐഡി അടിച്ചിട്ട് നിങ്ങൾ അവർക്ക് ഹോൾസെയിൽ റേറ്റ് കൊടുക്കണം എന്നാണ്. അതെങ്ങനെ ശരിയാവുക? റീറ്റെയിൽ അല്ലെ പ്രോഫിറ്റ് അല്ലേ നമുക്ക് കയ്യിൽ കിട്ടുള്ളൂ. റീറ്റെയിൽ ആർക്കും എനിക്ക് കിട്ടുന്ന വിലക്ക് കൊടുത്താൽ എനിക്ക് എന്താ ലാഭം എന്ന് വെച്ച്. അപ്പൊ അതൊക്കെ ഇതിൽ ടീമായി വരുന്ന സമയത്ത് ഒരു സെയിൽസ് ടേൺ ഓവർ ബോണസ് ആഴ്ച വരുമാനം നിങ്ങൾക്ക് കിട്ടാണ്ട് അത് ഇതിൽ കൂടി നിങ്ങൾക്ക് കിട്ടും, അത് ഞാൻ വാങ്ങിത്തരാന്നാണ്. അങ്ങനെ പുതിയാറിന് കൂട്ടി. ഇതുവരെ റീറ്റെയിൽ ചെയ്യാൻ ആരെയും സഹായം വേണ്ട, പക്ഷെ ഒരു പ്ലാൻ കൊടുക്കണമെങ്കിൽ നമുക്ക് ഒരു ലീഡറുടെ സഹായം കൂടിയേ തീരൂ. നമുക്കറിയില്ല എങ്ങനെയാ പറഞ്ഞു കൊടുക്കേണ്ടതെന്ന്. എത്ര കേട്ടാലും നമുക്ക് ആ പ്ലാൻ എത്രയോ തവണ കേട്ടാലും നമ്മൾ ഉള്ളിലേക്ക് കയറുള്ളൂ. അതുകൊണ്ട് തന്നെ ഭവനി സാർ തന്നെ ഞാൻ പോരാ, നിങ്ങൾ റീറ്റെയിൽ കൊടുത്ത ആളുകളൊക്കെ പേര് ലിസ്റ്റ് ഇടാമെന്ന്. ലിസ്റ്റ് ഫസ്റ്റ് മസ്റ്റ് എന്ന് എപ്പോഴും പറയാറുണ്ട്. ആ ലിസ്റ്റ് ഞങ്ങളെ കൊണ്ട് നിങ്ങൾ പറഞ്ഞാൽ കേൾക്കുന്ന ആളുകളെ ഒരു 50 ആളെ പേരിടാൻ പറഞ്ഞു. അങ്ങനെ പുതിയായിട്ട് എല്ലാവരുടെ പേരും അവിടെ എഴുതി വെച്ച് അങ്ങനെ ഓരോരുത്തർ ഓരോ ദിവസം പോയി കാണാന്നുള്ള ലെവലിൽ സാറിനെ കൂട്ടി പോകാൻ തീരുമാനിച്ച്. അപ്പാണ് ഒരു കാര്യം പറയുന്നത്, എത്രയും ഈ ഒരു കോലത്തിലൊന്നും ഒരാളത്തേക്ക് പോകാൻ പറ്റില്ല. താടിയും മുടിയൊക്കെ വെട്ടണം, ഈ രൂപത്തിൽ പോയിട്ടുണ്ട് ശരിയാവില്ല. അങ്ങനെ ബാർബർ ഷോപ്പിലൊക്കെ കൊണ്ടുപോയി പിന്നെ മുടിയും താടിയും ഒക്കെ വടിച്ച് എന്താ പറയാ ആ ഒരു ലെവലിൽ എന്താ പറയാ, ഒരു ശിലയെ ഒരു ശില്പമാക്കുമ്പോൾ ഒരുപാട് വേദനകൾ സഹിക്കേണ്ടി വരുമെന്ന് പറയാറുണ്ട്. വേണ്ടാത്ത ഭാഗങ്ങളൊക്കെ കൊത്തി മിനുക്കിയിട്ടേ നമ്മൾക്ക് നല്ലൊരു രൂപമായിട്ട് മാറുള്ളൂ.
അങ്ങനെ അവിടെ നിന്ന് കൊടുത്ത് അതൊക്കെ സാർ അടുത്തിരുത്തിയിട്ട് ഒക്കെ ചെയ്യിപ്പിച്ച് ചെവിയിൽ ഇവിടെയൊക്കെ നല്ലൊരു കോലയിന് കാണാൻ. പക്ഷെ അതൊക്കെ ക്ലിയർ ആക്കി അവിടുന്ന് ഇങ്ങോട്ട് ഇറങ്ങി വന്നപ്പോൾ നല്ലൊരു സുന്ദര രൂപമായിട്ട് ആള് മാറിയത്. അപ്പൊ അനിയന്മാർക്കൊക്കെ ഭയങ്കര സന്തോഷമായി. ഓ, കുട്ടിയേട്ടനെ നല്ലൊരു രൂപത്തിൽ കണ്ടല്ലോ എന്നുള്ളതാണ് ഓരോ ഏറ്റവും വലിയ സന്തോഷം. പിന്നെ പറഞ്ഞ് ഈ ഒരു പാന്റ് എടുക്കണം. പക്ഷെ പാന്റ് അത് വരെ ഉടുത്തിട്ടില്ല. എനിക്ക് പാന്റ് ഇല്ല സാറേ പറഞ്ഞു. അത് പറഞ്ഞു, എന്നാ നല്ലൊരു വെള്ളം മുണ്ടും ഒരു ഷർട്ട് ഇട്ടാലും വേണ്ടില്ല, നീ നല്ലൊരു രൂപത്തിൽ ഇവിടെ ഡ്രസ് കോഡ് തന്നെ നമുക്ക് ഒരു വീട്ടിലേ പോകാൻ പറ്റുള്ളൂ പറഞ്ഞു. അങ്ങനെ മുണ്ടും ഷർട്ടും ഇട്ട് പോയി. അങ്ങനെ ആ ആഴ്ച ഞങ്ങളോട് പറഞ്ഞ ഒരു ടാർഗറ്റ് വെച്ച് തരാം, ഒരു 10,000 ബിസിനസ്സുകൾ നിങ്ങൾ ഈ ആഴ്ച ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ബിഗ് ബസാറിന് ഒരു കൂപ്പൺ തരാൻ പറഞ്ഞു. പക്ഷെ എന്ത് ടാർഗറ്റും എന്ത് കോണ്ടസ്റ്റ് വെച്ചാലും അത് റീറ്റെയിൽ ചെയ്തിട്ടാണെങ്കിലും അത് വെട്ടിപ്പിടിക്കാനുള്ള ഒരു ആഗ്രഹം ഉള്ളത് കൊണ്ട് തന്നെ ആഴ്ച തന്നെ അത് സംഭവിച്ചു. അങ്ങനെ ഞങ്ങൾക്ക് ഒരു ബിഗ് ബസാർ കൂപ്പൺ കിട്ടി. 1,000 രൂപ കിട്ടിയ സമയത്ത് ഞങ്ങൾ ആ കൂപ്പണിൽ ഒരു പാന്റും ഷർട്ടും എടുത്ത് ആദ്യമായിട്ട് പാന്റും ഷർട്ടും ഒക്കെ ഇട്ട്. പക്ഷെ പിന്നെ കളിയാക്കലുകളും എന്താ പറയാ, ആദ്യമായിട്ട് പാന്റും ഷർട്ടും ഒക്കെ ഇടുന്ന ഒരാളെ ഒരു കളിയാക്കലുകളൊക്കെ അവിടുന്ന് നാട്ടിൽ നിന്നുണ്ടായി. പക്ഷെ അതൊക്കെ എന്താ പറയാ എല്ലാത്തിനും പോസിറ്റീവ് ആയതുകൊണ്ട് തന്നെ എന്നോട് പറഞ്ഞ അവര് പറയുന്ന ഒന്നും കേട്ട് ഞാനൊന്നും നാട്ടുകാരെ വായ മൂടാൻ ആവൂല. ഞാൻ എന്റെ ഭവാനി സാറ് പറയുന്നത് മാത്രമേ കേൾക്കുള്ളൂ, നീ പറയുന്ന ഒന്നും ഞാൻ കേൾക്കൂല എന്ന് പറഞ്ഞു. അപ്പോഴേക്കും ഭവാനി സാറിനെ കണ്ണടച്ച് വിശ്വസിച്ചു എന്നുള്ളത് ഏറ്റവും വലിയൊരു പ്രത്യേകത. അങ്ങനെ സാറിന്റെ കൂടെ വണ്ടിമേ കയറിപ്പോവും, പാന്റ് എടുത്ത് പിന്നെ ഇൻസൈഡ് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ ഓരോരോ മാറ്റങ്ങൾ ഇങ്ങനെ കണ്ട സമയത്ത് പിന്നെ ആളുകളൊന്നും മൈൻഡ് ചെയ്യാതായി. കാരണം വെച്ചാൽ കുറെ കളിയാക്കി കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യും, അന്ന് ശ്രദ്ധിക്കുന്നില്ല എന്നുണ്ടാ പിന്നെ അവരങ്ങ് ഇട്ടേക്കും. അങ്ങനെ സാറിന്റെ കൂടെ ഇറങ്ങാൻ തുടങ്ങി, ചെറിയൊരു ടീം ഉണ്ടാക്കാൻ തുടങ്ങി. രാവിലെ പോയി പണിക്ക് പോകുന്ന ആള് ആ പണി ഉപേക്ഷിച്ച് അത് അധികം ദേഷ്യം എനിക്ക്. കാരണം വെച്ചാൽ 850 സ്ഥിരമായിട്ട് കിട്ടുള്ള അതും ഇല്ലാതെ സാറിന്റെ കൂടെ കൂടിയോണ്ട് തന്നെ മനസ്സിലായി. റൂബി റാങ്ക് ഒക്കെ എത്തി എന്നൊക്കെ പറയുന്നുണ്ട്. രണ്ട് ഭാഗവും റീപർച്ചേസും റീറ്റെയിലും ചെയ്ത് റൂബി എത്തി നിങ്ങൾ എന്നൊക്കെ സാർ ഇങ്ങനെ വന്ന് പറയും. എനിക്കെന്ത് റൂബി, എനിക്കെന്ത് സ്റ്റാർ, എനിക്കെല്ലാം കണക്കാന്നുള്ള ലെവലാണ്. ഞാനും ഇത് ഭാഗത്തുനിന്നാ നോക്കുന്നില്ല. വൈകുന്നേരം നേരം വൈകി വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ എന്ത് ചെയ്യും, വീട് കൊലായിന്നൊക്കെ എത്രയോ തവണ അടച്ചിട്ട് അരമണിക്കൂറൊക്കെ മുറ്റത്ത് നിർത്തിയിട്ടുണ്ട്. ഇത്രയും നേരങ്ങൾ എവിടെ പോയി നിൽക്കുകയാണ്, എവിടെയോ പോയി കഥ കഥ പറഞ്ഞ് കേൾക്കും. സാറിന്റെ കൂടെ പോകുന്ന ടീം ഉണ്ടാക്കാനുള്ളതൊന്നും എനിക്ക് ഓർമ്മയില്ല. പക്ഷെ എന്തായാലും അങ്ങനെ കുറെ ഉപദ്രവങ്ങളൊക്കെ ചെയ്ത് പുറത്തുനിന്നൊക്കെ കുളിച്ചു വന്ന ദിവസങ്ങൾ എത്രയോ ഉണ്ടായിട്ടുണ്ട്. അതായത് നമ്മൾ ഇത്രയും ഉപദ്രവം ഒന്നും ആരും ചെയ്തിട്ടുണ്ടാവില്ല എന്നുള്ളത്. പക്ഷെ അതൊക്കെ മാറി ഈ ടീം ഉണ്ടാക്കാൻ തുടങ്ങിയ സമയത്ത് അത്ഭുതങ്ങൾ സംഭവിക്കാൻ തുടങ്ങി എന്റെ അക്കൗണ്ടിലേക്ക്. അതുവരെ സീറോ ബാലൻസ് ആയിരുന്ന കനറ ബാങ്കിന്റെ അക്കൗണ്ടിലേക്ക് 500ഉം 1000ഉം 1500ഉം ഒക്കെ ചെറിയ ചെറിയ ഇൻകങ്ങൾ വരാൻ തുടങ്ങിയപ്പോൾ ഞാൻ ചോദിച്ചു ഇതെന്താ സംഭവം. അപ്പൊ എന്നോട് പറഞ്ഞ് ഞാനൊരു ടീമൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്, ആ ടീമിൽ കൂടിയാണ് ഈ ഒരു വരുമാനം വരുന്നത് പറഞ്ഞു. അപ്പോ നിന്റെ ഐഡിയ ആണ് സുധാകരൻ അടിച്ചു പോയി എന്നുള്ളൊരു തെറ്റ് മാത്രമേ ഓൻ ചെയ്തുള്ളൂ എന്ന് പറഞ്ഞു. കുറ്റപ്പെടുത്തിക്കൊണ്ട് സംസാരിച്ച്. പക്ഷെ ഞാനൊന്നും നോക്കിയില്ല. അപ്പൊ എനിക്ക് ഒരുപാട് സ്വപ്നങ്ങൾ ഉണ്ടായിരുന്നു. അപ്പൊ ഭവാനി സാർ ഇങ്ങനെ വന്ന് പറയും, ശ്രീ ചേച്ചി ഒരുപാട് സ്വപ്നങ്ങളുള്ള ആളൊക്കെ അല്ലേ, ആ സ്വപ്നങ്ങളൊക്കെ ഒന്നുകൂടി പുറത്തെടുക്കുക. നിങ്ങൾ ഏത് സമയത്തും കരച്ചിലും വീഴ്ചകളും പ്രയാസങ്ങളും പറഞ്ഞിരുന്നാല് തിരയടങ്ങിയിട്ട് കപ്പലിറക്കാൻ പറ്റുമോ എന്ന് വെച്ച്. തിര അടങ്ങൂല ഒരിക്കലും. അപ്പൊ ആ തിരേന്റെ ഉള്ളിൽ കൂടി തന്നെയാണ് നമ്മൾ ആ ഒരു യാത്ര പോകുന്നത്. അപ്പം പ്രശ്നങ്ങൾ എല്ലാവർക്കും ഉണ്ടാവും. ആ പ്രശ്നങ്ങൾ അടങ്ങിയിട്ട് ഒരു ജീവിതം ഈ ഒരു ജന്മത്തിൽ ഉണ്ടാവുമെന്ന് നിങ്ങൾ തോന്നില്ല. നിങ്ങൾ ഈ പ്രശ്നങ്ങൾ കൊണ്ട് നടക്കുകയാണെങ്കിൽ ഞങ്ങൾക്ക് പ്രശ്നങ്ങളേ ഉണ്ടാവുള്ളൂ. അതിനെ പരിഹാരം എന്തെന്നുള്ള തേടാനാണ് ഇപ്പൊ പ്രതിവാട്ടം ശ്രമിക്കുന്നത്. അതിന് കൂടെയാണ് നിന്ന് കൊടുത്താൽ മതി എന്നാണ്. പക്ഷെ നിങ്ങളെ പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഒക്കെ ഒരു മുറിയിലിട്ട് പൂട്ടിയിട്ട് സ്വപ്നങ്ങൾ ഇങ്ങോട്ട് പുറത്തെടുക്കാൻ തുടങ്ങി. കാരണം ഞാൻ സ്വപ്നങ്ങളൊക്കെ മുറിയിലിട്ട് പൂട്ടിയെന്ന് വെച്ചാല് ഒരുപാട് സ്വപ്നങ്ങളായിട്ടായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. വണ്ടീന്റെ പുറകിലിരുന്ന് പോകണമെന്നോ എന്തൊക്കെയോ വിചാരിച്ചു. പക്ഷെ ഇവിടെ നോക്കുമ്പോൾ ഒരു സൈക്കിൾ പോലും ഇല്ല. പിന്നെ നമ്മൾ എന്ത് സ്വപ്നം കാണാനാ. ആളാണെങ്കിൽ ഫുള്ള് കടവും ബാധ്യതയൊക്കെയുള്ള ഒരാളും. അപ്പൊ പിന്നെ എല്ലാം മുറിയിലിട്ട് പൂട്ടല്ലാതെ വേറെ രക്ഷയൊന്നുമില്ല. സ്വപ്നങ്ങളാണെങ്കിൽ പൈസ വേണ്ടേ. അപ്പൊ സാർ പറഞ്ഞ് പ്രതിവട്ടം നല്ലൊരു ബിസിനസ്സാണ് ഏറ്റെടുത്തത്, നിങ്ങൾ എല്ലാ സ്വപ്നങ്ങളും സാഫല്യമാക്കാൻ അല്ലെങ്കിൽ യാഥാർത്ഥ്യമാക്കാൻ പറ്റിയ ഒരു അവസരത്തിലാണ് എത്തിപ്പെട്ടത്. അതുകൊണ്ട് അത് നേടാൻ പറ്റും. ഒരു 4-5 വർഷം പണിയെടുക്കണം. ഇപ്പൊ ഉള്ള പ്രശ്നങ്ങളൊന്നും നോക്കണ്ട. ഇപ്പം ഇൻകം കുറയും, വരുമാനം ഒന്നും ഉണ്ടാവില്ല, റീറ്റെയിൽ ചെയ്ത് മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ, ആഴ്ച വരുമാനമൊക്കെ കുറയും, അതൊന്നും നോക്കണ്ട എന്നൊക്കെ പറഞ്ഞു. പക്ഷെ എന്തായാലും ആദ്യത്തെ ഒരു സ്വപ്നമായിരുന്നു. പിന്നെ EMI അടയ്ക്കാൻ പോയി നോക്കി ഇപ്പം ഏകദേശം 2,600 രൂപ വരെ ഒരു വണ്ടി എടുത്താൽ അത് എനിക്ക് എന്തായാലും ഈ ഒരു ബിസിനസ് കൂടി മാസ വരുമാനമായിട്ട് ടീമിൽ കൂടി കിട്ടുന്നുണ്ട്. അങ്ങനെ ആദ്യമായിട്ട് ഞാനൊരു സ്വപ്നം പറഞ്ഞ സമയത്ത് സാറും പ്രതിയാണെന്ന് ഞാനും കൂടി പോയി ഒരു വണ്ടി എടുത്ത് 2019 തോന്നുന്നത്. വണ്ടി എടുത്ത് ഫസ്റ്റ് വണ്ടി
ഒരാഴ്ച കൊണ്ട് തന്നെ ഏട്ടൻ ഹസ്ബൻഡ് പഠിച്ചിട്ടൊന്നുമില്ല, ലൈസൻസ് ഒന്നും എടുത്തില്ല. സാറ് പറഞ്ഞു പിന്നെ ഇവിടെ അങ്ങോട്ട് വലത്തെ കൈ തിരിച്ചാല് വണ്ടി പോവും, ഇടത്തെ കൈ പിടിച്ച് അമർത്തിയാൽ ബ്രേക്കാണ്, അത് അവിടെ നിൽക്കൂല, അതേ ഉള്ളൂ സിസ്റ്റം എന്ന് പറഞ്ഞുകൊണ്ട് വണ്ടിയുമ്മ കയറ്റി ഇരുത്തി. സാറും പുറകിലിരുന്ന് ഉപകരണം പഠിപ്പിച്ച് ഒരാഴ്ച സാറ് ഇവിടെ ഉണ്ടായിരുന്നു. വലിയ കുഴപ്പമില്ലാതെ പോയി. സാറ് എറണാകുളത്തേക്ക് പോകേണ്ട ഒരു സാഹചര്യം വന്ന് അന്ന് തന്നെ ഞങ്ങളെ ടീമിലുള്ള ഒരാളുടെ, ഒരു സുനിൽ എന്ന് പറഞ്ഞ ആള്, അയാളെ വണ്ടീന്റെ പുറകിൽ എത്തി. എനിക്ക് തോന്നുന്നു ഏകദേശം ഒരു 50-58 കിലോ ഉള്ള ആളാ. പഠിച്ചു വരുന്ന ഒരാളെയാണ് ഡബിൾ വെച്ച് പോയത്. ചരലിൽ നിരങ്ങി വണ്ടി വീണ്, ശരിക്കും പറഞ്ഞാൽ വണ്ടിക്കൊന്നും പറ്റില്ല, ഒരു സ്ക്രാച്ച് മാത്രമേ ഉള്ളൂ. ചേട്ടന്റെ കാല് പൊട്ടി 8 മാസം കിടക്കേണ്ടി വന്നു ഈ ഒരു ആക്സിഡന്റ് പറ്റിയിട്ട്. അപ്പൊ സാറ് ഓടി വന്ന് എറണാകുളത്തുനിന്ന്, അയ്യോ എന്റെ സാറെ പറ്റിച്ചല്ലോ എന്ന് പറഞ്ഞു. കാരണം വെച്ചാൽ ആദ്യമായിട്ട് കിട്ടിയ ഒരാളാണ്, ഫുള്ള് കുണ്ട് നടന്നും കണ്ട് ഇങ്ങനെ കൊണ്ടുപോകുക. അപ്പൊ അയാൾ കിടന്നു പോയാലുള്ള ഒരു അവസ്ഥ സാർ ആകെ ബേജാറായി. കാരണം ഞാൻ ഇറങ്ങൂല എന്നുള്ളത് സാറിന് 100% ഉറപ്പാ. പക്ഷെ ഉപദേട്ടൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു അതൊക്കെ നല്ലതിനാ സാറേ പറഞ്ഞു. അപ്പൊ ഇതേ ആക്സിഡന്റ് പറ്റിയൊന്നല്ല, അതെന്താ അങ്ങനെ പറഞ്ഞത്, അതൊക്കെ നിങ്ങൾക്ക് പതിയെ മനസ്സിലാവും എന്ന് പറഞ്ഞു. പക്ഷെ സാറിന്റെ അടുത്ത് വന്ന് പറഞ്ഞ്, പ്രതിവട്ടം നല്ലൊരു ടീം ഉണ്ടാക്കിയിരിക്കുന്ന ശ്രീജേച്ചി, ഇനിയും ശ്രീജേച്ചി ഇറങ്ങിയിട്ടില്ലെങ്കിൽ ആ ടീം നഷ്ടപ്പെട്ടു. ചേളന്നൂർ ആണുങ്ങൾ മൊത്തം ആണുങ്ങളാണ്, കൊടുവള്ളി ആണെങ്കിൽ നിങ്ങളെ ഇൻകം സൈഡ് ആണെങ്കിൽ മൊത്തം ലേഡീസ്, കുടുംബശ്രീയിൽ ഒരു കുടുംബശ്രീ കൂടിയാണ് ഞങ്ങൾക്ക് അവരെ കിട്ടിയത്. അവരെ മൊത്തം ലേഡീസ് ആണ്, നിങ്ങൾ പോന്നേ മതിയോ. അപ്പോഴേക്കും ഞങ്ങൾ TC റാങ്കിൽ, ഞങ്ങൾ ആക്സിഡന്റ് പറ്റി കിടക്കുമ്പോൾ TC റാങ്കിലാണ്. ഞാനൊരു ATC ആദ്യമായിട്ട് എന്റെ ടീമിനെ കാണാൻ പോകുന്നത്. അങ്ങനെ സാറ് കൂട്ടിക്കൊണ്ടുപോയി. TCന്റെ സർട്ടിഫിക്കറ്റ് ഞങ്ങൾക്ക് ഹോസ്പിറ്റലിൽ വന്നിട്ടാണ് സാറ് മൊമെന്റോ തന്നെ TCന്റെ. പക്ഷെ പിന്നെ സാറിനെ കൂട്ടിപ്പോയി. ഞാൻ ആദ്യം അഞ്ചാറ് ഒരാളോട് പോലും സംസാരിക്കാൻ അറിയില്ല, എനിക്ക് പേടിക്ക് വിറയ്ക്കുക. പെണ്ണുങ്ങളെ കണ്ടിട്ട് പോലും എനിക്ക് വിറയ. കാരണം ഒരാളോടും മിണ്ടാറുമില്ല, സംസാരിക്കാറും ഒന്നുമില്ല. അതുകൊണ്ട് തന്നെ സാറ് നിർബന്ധിച്ച് എന്റെ പേരും പിന്നെ സ്ഥലമൊക്കെ പറയിപ്പിച്ച്. പക്ഷെ അതൊക്കെ പേടിച്ചുകൊണ്ടാ പറഞ്ഞ. എന്റെ പേടി കണ്ടിട്ട് മാലതി മേഡം ഉണ്ട് ഒരു കൊടുവള്ളിയിലെ, മുപ്പത്തി, ഇവക്ക് ഈ ബിസിനസ് ചെയ്യാൻ പറ്റുമെങ്കിൽ എനിക്ക് എന്തുകൊണ്ട് അത് ചെയ്തുകൂടാന്നുള്ളൊരു തോന്നും. കാരണം മുപ്പത്തിയൊക്കെ ഭയങ്കര സ്റ്റേജ് പെർഫോമർ ഒക്കെ കൂടിയാ, പാട്ടൊക്കെ പാടുന്നേ, നല്ല കഴിവുള്ള ഒരു ലേഡിയാ. അപ്പൊ അവര് കുടുംബശ്രീ കൂടി എന്തായാലും 1 ലക്ഷത്തിന്റെ സ്റ്റോക്ക് ഈ 2000 വെച്ചിട്ട് 40,000 50,000 എടുത്തിട്ടുണ്ട് അവിടെ. പക്ഷെ ഈ ബിസിനസിന് സാധ്യത മനസ്സിലാക്കി 1 ലക്ഷത്തിന്റെ സ്റ്റോക്ക് എടുത്തിട്ട് മാലദ്വീപ് ഇറങ്ങി വന്ന് നല്ല ടീമായി വർക്ക് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ ഈ ഏട്ടൻ കിടക്കുന്ന സമയത്തും 500 മുതൽ 8 മാസം വീട്ടിൽ കിടന്നിട്ടുണ്ട് കാല് പൊട്ടിയിട്ട്. 15,000 വരെ ഞങ്ങളെ കുടുംബത്തിലേക്ക് മൈലേജ് സ്റ്റൈലിൽ കൂടി ഇൻകം, പാസീവ് ഇൻകം എന്ന് പറഞ്ഞാൽ എപ്പോഴും നമ്മൾ GTS കേൾക്കാറുണ്ട്, നമ്മൾ പണിയെടുക്കാതെയും വീട്ടിൽ നിന്നും വരുമാനം വരുന്ന ഒരു മേഖല. ഞാൻ ഇതുവരെ കേട്ടിട്ടില്ല, അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇത് വിശ്വസിക്കാതെ പോയത്. പക്ഷെ എന്റെ കൺമുന്നിൽ എന്റെ അക്കൗണ്ടിലേക്ക് ആ ഒരു ഇൻകം വന്ന സമയത്ത് 15,000 ഒക്കെ ആദ്യമായിട്ട് എന്റെ അക്കൗണ്ടിൽ വന്ന്, ഞാൻ ആദ്യമായിട്ടാണ് അത്രയും വലിയ എമൗണ്ട് ഒക്കെ ഞാൻ എന്റെ ജീവിതത്തിൽ കാണുന്നത്. പക്ഷെ അതൊക്കെ വന്നപ്പം സാറ് പറഞ്ഞു, ശ്രീജേച്ചിക്ക് മനസ്സിലായില്ലേ, ഇത്രയും വരുമാനമൊക്കെ നിങ്ങൾക്ക് കിട്ടിയെന്ന് കണ്ടില്ലേ, ഇനിയെങ്കിലും നിങ്ങൾ ഇറങ്ങണം എന്ന് പറഞ്ഞ്. അങ്ങനെ ഞാൻ പഠിക്കാൻ തയ്യാറായി. ഇതെന്താണെന്നൊന്ന് മനസ്സിലാക്കണല്ലോ, ഇത്രയും വരുമാനമൊക്കെ വരുന്നത് എങ്ങനെയാണ്. ഞാൻ ആദ്യമായിട്ട് എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് MLM എന്ന് പറഞ്ഞൊരു സംഭവം കേൾക്കുന്നത്. ഡയറക്ട് സെല്ലിംഗ് എന്താന്ന് പോലും എനിക്കറിയില്ല. പ്ലാന് കൊടുത്തിട്ട് എനിക്ക് മനസ്സിലായിട്ടില്ല, പ്ലാന് പറഞ്ഞു തന്നോന്ന്. പക്ഷെ എന്നാലും വേണ്ടില്ല, അങ്ങനെ സാറ് എൻ്റെ അടുത്ത് വന്നിരുന്ന് പറഞ്ഞ്, ഇനി ഇങ്ങനെയല്ല, നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം എന്ന് പറഞ്ഞ് ഇതിന്റെ കാര്യങ്ങളും പ്ലാനും കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്ന്. അങ്ങനെ രണ്ട് ഭാഗത്തുള്ള ടീമിനെയും ലെഫ്റ്റും റൈറ്റും പവറും വീക്കും നോക്കാതെയാണ് സാർ അന്ന് പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. വല്യ സാർ എപ്പോഴും പറയാറുണ്ട്, ഇളയ കുട്ടിയെ ഒക്കത്തെടുക്കുമ്പോൾ മൂത്ത കുട്ടിയെ കൈപിടിക്കാൻ മറക്കരുത്. ആ ഒരു സിസ്റ്റം കൂടി തന്നെ വാനി സാർ ഞങ്ങളെ കൊണ്ടുപോയി. അതുകൊണ്ട് തന്നെ പവറോ വീക്കോ നോക്കാതെ രണ്ട് ഭാഗത്തെ ടീമിനെയും കൊണ്ടുപോയി പരിചയപ്പെടുത്തി തന്ന്. അങ്ങനെ 8 മാസം കഴിയുമ്പോഴേക്കും ഞങ്ങൾ പിന്നെ നളന്ദ സ്റ്റേജിൽ കയറുന്ന DTC റാങ്കിലാണ്. TC ആയ ആള് ആക്സിഡന്റ് പറ്റി പിന്നെ കയറുന്നത് DTCയിലാണ്. അത്ര ഫാസ്റ്റ് ആയിട്ട് ഞങ്ങളെ ടീം ഞങ്ങളെ കൊണ്ട്, എനിക്ക് അങ്ങനെ കൂടുതലായിട്ടൊന്നും ഇറങ്ങാൻ പറ്റിയില്ല. പക്ഷെ പ്രതിവട്ടം കടന്നുപോയെന്ന് ഒന്നും നോക്കാതെ രണ്ട് ഭാഗത്തുള്ള ടീമും അവർക്ക് വേണ്ടി വരുമാനത്തിന് വേണ്ടി ഓടിയപ്പോഴാണ് ഞങ്ങളെ വീട്ടിലേക്ക് പാസീവ് ഇൻകം വന്നത്. അപ്പൊ എനിക്ക് തോന്നി ഇത് നല്ലൊരു ബിസിനസ്സാണ്. കാരണം അതുവരെ ഷോപ്പിൽ ഇപ്പൊ കട അടച്ചിട്ടിട്ട് ഞങ്ങൾക്ക് ഒന്നും കിട്ടിയില്ല. വാടക കൊടുത്തതും കറണ്ട് ബിൽ അടച്ചതും ഒക്കെ മൈ ലൈഫിലെ ഇൻകം കൊണ്ട് തന്നെയാണ്. അതുകൊണ്ട് തന്നെ സാറ് പറഞ്ഞു, ഈ പീടിയ ഇനി പൂട്ടണം, ഇത് ഇനി ഇവിടെ വെച്ചാൽ ഞങ്ങൾക്ക് ഒരിക്കലും ഇനി മുന്നോട്ട് പോകില്ല, ഇനിയും നിങ്ങൾ കടത്തിലേക്ക് പോവുകയുള്ളൂ, അതുകൊണ്ട് തന്നെ ഇത് പൂട്ടിയേ തീരൂ എന്ന് പറഞ്ഞ് ഞങ്ങളെ കൊണ്ട്, ഞങ്ങളെ ടീമിലുള്ള എല്ലാവർക്കും കൊണ്ടും ആദായ വിൽപ്പനയ്ക്ക് എന്ന് പറഞ്ഞു കണ്ട് സാറ് തന്നെ ഗ്രൂപ്പിൽ വോയിസ് ഒക്കെ ഇട്ട്, അങ്ങനെ എല്ലാവരും കൂടി ഇങ്ങോട്ട് വന്ന് പീടിയുള്ള സാധനമൊക്കെ വിറ്റ് കാലിയാക്കി പീടി അടച്ച്. അന്നപ്പാണ് കൊറോണ പ്രളയവും കൊറോണയൊക്കെ പാടെ കടന്നു വന്ന്. സത്യം പറഞ്ഞാൽ ദൈവദൂതനായിട്ട് ഭവാനി സാർ കയറി വന്ന് പീടിയ പൂട്ടിയതോടുകൂടി ഞങ്ങൾ കയറില്ലാതെ കെട്ടിയിട്ട ഒരു ടവൽ പോലും പോകാത്ത എത്രയോ ദിവസങ്ങളുണ്ട്. പക്ഷെ അതൊക്കെ ക്ലിയർ ആക്കി.
പക്ഷെ ആ പൈസ ഒന്നും ഞങ്ങൾക്ക് കിട്ടിയില്ല കേട്ടോ. ഒഴിവാക്കിയ പൈസ പോലും കിട്ടിയില്ല, ഇന്നും കിട്ടിയില്ല. പക്ഷെ അതൊക്കെ 5 ലക്ഷവും പോയി എന്ന് തന്നെ പറയാം. 13 ലക്ഷം കടമായി. അതൊന്നും നോക്കണ്ട, നഷ്ടപ്പെടാനുള്ള ഒക്കെ നഷ്ടപ്പെടും. പക്ഷെ ഈ വലിയൊരു മഹത്തായ ബിസിനസ് അവസരം കൈ കിട്ടിയോണ്ട് തന്നെ ഇത് പഠിക്കാൻ തയ്യാറായി. എല്ലാ ട്രെയിനിങ്ങിനും എന്താ പറയാ, എനിക്ക് തോന്നുന്നു ഒരു 2 3 പ്രാവശ്യമല്ലോ സാറ് എന്നോട് പറഞ്ഞുള്ളൂ, ശ്രീജേച്ചി സംസാരിക്കാൻ കഴിയില്ലെങ്കിൽ നിങ്ങൾ ട്രെയിനിങ്ങുകളും മെഗാ ഈവന്റുകളും പ്രോഗ്രാംസുകളും മാക്സിമം ഒഴിവാക്കാതെ നിങ്ങൾ പങ്കെടുക്കുക. അപ്പൊ ഇങ്ങനെ വന്നോളൂ, ഉള്ളിൽ നിന്ന് വരും എന്നറിയണേ. എനിക്ക് എന്ത് ഉള്ളിൽ നിന്ന് വരാൻ, എനിക്ക് അങ്ങനത്തെ ഉള്ളിൽ നിന്നൊന്നും വരില്ല എന്നുള്ള എനിക്ക് 100% ഉറപ്പാണ്. പക്ഷെ ഇപ്പൊ ഞാൻ അനുഭവിച്ചറിയുന്നത്, എനിക്ക് ഉള്ളിൽ നിന്ന് എന്താ ഞാൻ പറയേണ്ടതെന്നുള്ള എനിക്ക് ഞാൻ പോലും അറിയാതെ അത് ഉള്ളിൽ നിന്ന് തന്നെ വരുന്നുണ്ട് എന്നുള്ളതാണ്. അത് ട്രെയിനിങ്ങൾ തന്നെയാട്ടോ, എല്ലാ ട്രെയിനിങ് അറ്റൻഡ് ചെയ്ത്. പക്ഷെ അവിടെയും പ്രശ്നം വന്ന് അതിനൊക്കെ പൈസ കൊടുക്കണം. GTSന് കാരണമെങ്കിൽ ഇന്നൊക്കെ നിങ്ങൾക്ക് ഫ്രീ ആയിട്ടാ GTS അന്ന് എന്നിട്ട് പോലും GTSന് ആരും പങ്കെടുക്കില്ല. ഫ്രീ ആയിട്ട് തരാന്ന് പറഞ്ഞാൽ പോലും ഇല്ലാത്ത ലെവൽ. അന്ന് 30 രൂപ GTSന് കൊടുക്കണം, 1 ഡേക്ക് 150 കൊടുക്കണം, 2 ഡേ RTPക്ക് പോകണമെങ്കിൽ 2500 രൂപ കൊടുക്കേണ്ടിയിരുന്നു അന്ന് ബെന്നിസാറിന്റെ RTP. ഇപ്പൊ 3000 വേണം കേട്ടോ. പക്ഷെ 2 ആള് പോണം, 5000 രൂപ അവിടെ വേണം. പക്ഷെ ഇന്ന് ഞാൻ ചിന്തിക്കാറുണ്ട്, ബെന്നി സാറ് എത്ര തവണ RTP വെച്ചോ അതൊക്കെ ഞാൻ അറ്റൻഡ് ചെയ്തിട്ടുണ്ട് ഇവിടെ വയനാട്ടില്. കാരണം സാറ് ചോദിക്കുകയും ഇങ്ങോട്ട്, എന്തിനാ ശ്രീജ മേഡം എല്ലാ RTPക്ക് ഇങ്ങനെ വരുന്നതെന്ന്. പക്ഷെ ഞാൻ പറയും, എനിക്ക് തന്നെയാ വേണ്ടി വരുന്നത്. കാരണം നാളുകളിൽ അങ്ങനെ ഒരു RTP വെക്കാനുള്ള ഒരു കപ്പാസിറ്റി എനിക്ക് കിട്ടണമെങ്കിൽ ഞാൻ അവിടെ പോയി പഠിക്കണം, ഇവരെന്തൊക്കെയാണ് ചെയ്യുന്നത്. ഒരു പ്രാവശ്യം പറയുന്ന ആളുകൾ പറയും ഞാൻ ഒരു പ്രാവശ്യം പോയതാന്ന് പറയും. പക്ഷെ അതല്ല നമ്മൾ എത്ര തവണ പോയാലും അത് നമ്മൾ എടുക്കാനോ അല്ലെങ്കിൽ നമ്മൾ എങ്ങനെയാണോ അതിന്റെ കാര്യങ്ങൾ എന്നൊക്കെ നമ്മൾ മനസ്സിലാക്കണം. അതിന് വേണ്ടി തന്നെ പറയുന്നത്. അങ്ങനെ എല്ലാത്തിനും പോയി. പക്ഷെ ഇപ്പൊ ഇന്ന് ഇന്ന് ഒരു ട്രെയിനിങ്ങിന് ഒരാളെ നിങ്ങളെ ലീഡർ നിർബന്ധിച്ച് വിളിക്കുകയും ചെയ്യാം അല്ലെ. ചിലപ്പോ ഏതാണോ നിങ്ങളെ ലീഡർ വെച്ചാൽ അവര് നിർബന്ധിച്ച് അവിടെ കൊണ്ടുവിടും. എത്ര തവണ വിളിച്ചാലും നിങ്ങൾ നിർബന്ധിച്ചാലേ കൊള്ളു. പക്ഷെ എന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാല് ഒരു 2 3 പ്രാവശ്യം സാറ് നിർബന്ധിച്ചിട്ടുണ്ടാവും. പക്ഷെ പിന്നെ എനിക്ക് തോന്നി ഇത് ട്രെയിനിങ് അറ്റൻഡ് ചെയ്താലും ഒരു ടീമിന് എന്തായാലും വലിയൊരു ടീം ബിൽഡ് ആവും എന്നുള്ള ഉറപ്പാണ്. അപ്പൊ അവരെ മുന്നിൽ പോയി സംസാരിക്കണമെങ്കിൽ എനിക്ക് പഠിച്ചേ പറ്റൂ. അതുകൊണ്ട് തന്നെ ഞാൻ സാറിനെ ഒന്നും വിളിക്കില്ല. പോസ്റ്റർ കണ്ടുവരെ പോയ ദിവസങ്ങളുണ്ട്. സാറിനോട് പറയാൻ മറന്നു, പക്ഷെ ഞാൻ അവിടെ പോയിട്ടാ വിളിക്കുക, സാറേ നിങ്ങൾ വന്നില്ലേ, ഞാൻ ഇവിടെ എത്തിയിട്ടോ എന്ന് പറയും, ഹോളിൽ എത്തിയിട്ട്. അങ്ങനെ പോയി ഇന്ന് ഈ നിമിഷം വരെ, ഇന്നലെ വരെയുള്ള ട്രെയിനിങ്ങും ഞാൻ അത് അങ്ങനെ തന്നെ അറ്റൻഡ് ചെയ്ത്. എത്ര വല്ലായി ഞാൻ ഒന്നും പഠിച്ചില്ല, ഒക്കെ പഠിച്ചുകൊണ്ടേയിരിക്കും. നമുക്ക് കുറവ് ഒരുപാട് പഠിക്കാണ്ട്, ഇനിയും എന്തൊക്കെയോ പഠിക്കാണ്ട്, ഒന്നും ആയില്ല. ഇപ്പൊ ലാപ്ടോപ്പ് ഒക്കെ വെച്ച് ട്രെയിനിങ് ഒക്കെ എടുക്കണമെങ്കിൽ വലിയൊരു ട്രെയിനർ ആണെന്നൊക്കെ ഒരു വലിയ ആഗ്രഹമുണ്ട്. അതൊക്കെ എനിക്ക് സാധിക്കും. അത് നമ്മൾ ഉള്ളിലുണ്ടാവണം, അല്ലാണ്ട് ലീഡർ നിർബന്ധത്തിന് പിടിച്ചിങ്ങാണ്ട് അങ്ങനെ പോവല്ല. അതുകൊണ്ട് തന്നെ എന്താണോ നിങ്ങളെ ലീഡർ പറയുന്നത് കണ്ണടച്ച് വിശ്വസിക്കുക എന്നുള്ളതാണ്. ഞങ്ങൾ അത് മാത്രമേ ചെയ്തുള്ളൂ. എന്ത് സാറ് പറയും, അത് ഇനി പൊട്ടക്കിണറിലേക്ക് ചാടാൻ പറഞ്ഞാലും ഞാൻ ചാടും. ചാടി കഴിഞ്ഞിട്ടേ ചോദിക്കുള്ളൂ. എന്തായാലും ചോദ്യം ചെയ്യില്ല. എന്തിനാ സാറേ എന്നുള്ളൊരു ചോദ്യം അങ്ങോട്ട് ഇല്ല. അത് ചെയ്യും. അക്ഷരം പ്രതി അനുസരിച്ചുകൊണ്ട് പോയതുകൊണ്ട് തന്നെ ഇന്ന് ഒരുപാട് നേട്ടങ്ങൾ നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയിട്ടുണ്ട്. അതിൽ ഇന്നിപ്പോ എന്താ പറയാ, ആഴ്ച വരുമാനം ഞാൻ പറഞ്ഞില്ലേ 450 മുതൽ 130 വരെ എനിക്ക് കഴിഞ്ഞ മാസം വരെ പറയാൻ പറ്റിയിട്ടുണ്ടായിരുന്നുണ്ട്. ഹൈയസ്റ്റ് ഇൻകം 1,30,30,000 ഭവനി സാർക്ക് സീലിങ്ങിന് വേണ്ടി ഞാനും എന്റെ ടീമും പ്രവർത്തിച്ചപ്പോൾ എനിക്ക് 1,30,30,000 കിട്ടി. 210 സാറ് വാങ്ങിയപ്പോൾ 1,30,30,000 എനിക്ക് കിട്ടിയെന്ന് പറയാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ദൈവം സഹായിച്ച് ഇന്ന് കമ്പനി തരാന്ന് പറഞ്ഞ മാക്സിമം ഇൻകം 2,10,000 ഈ കഴിഞ്ഞ ആഴ്ച എന്റെ അക്കൗണ്ടിലേക്ക് വന്ന്. അത് നമ്മൾ എന്തൊക്കെ ചെയ്യണം, ഞാൻ എന്തൊക്കെയാണോ ചെയ്തത് വെച്ചാൽ അത് മാത്രം ഇവിടെ പറഞ്ഞുതരാം. അതുപോലെ നിങ്ങൾ ചെയ്യാൻ തയ്യാറാണെങ്കിൽ ഈ 2,10,000 ഒരു 5 വർഷം പണിയെടുത്താൽ നിങ്ങൾ ഒന്ന് ചിന്തിച്ചു നോക്കുക. ഏത് മേഖലയാണ് നിങ്ങൾ, ഒരു ഗവൺമെന്റ് എംപ്ലോയി ആണെങ്കിലും ഇനി അല്ല ഒരു കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന ഒരാളെങ്കിൽ ഒരു 30 വർഷം നിങ്ങൾ പണിയെടുത്താൽ പോലും കിട്ടാത്ത അതിലും ഒരുപാട് എന്താ പറയാ അൺലിമിറ്റഡ് ഇൻകം നമുക്ക് ഇതിൽ കൂടി ഉണ്ടാക്കാം. അത് ഇപ്പോഴും ആർക്കും മനസ്സിലായിട്ടില്ല എന്ന് എനിക്ക് തോന്നുന്നത്. അതാണ് നിങ്ങൾ ഇത്രയും സീരിയസ്, ഇവിടെ സീരിയസ് ഉണ്ടോ എന്ന് എനിക്കറിയില്ല, സീരിയസ്നെസ് ഉണ്ടോന്ന് ഈ ടീമില്. പക്ഷെ മിക്ക പേർക്കും അത് അറിയില്ല എങ്ങനെയാന്നുള്ളത്. അത് ഞാൻ പറഞ്ഞുതരാം. ഫസ്റ്റ് നമ്മൾ സ്റ്റോക്ക് എടുക്കണം, അത് എടുത്തേ മതിയാവും. നിങ്ങളൊരു പക്ക കച്ചവടം, ഇത് വെറും കച്ചവടം. നിങ്ങൾ കച്ചവടം ഒരു 1000-നോ 2000-നോ 5000-നോ നിങ്ങൾ വാങ്ങുകയാണെങ്കിൽ നിങ്ങൾ കുറച്ചൊക്കെ വിൽക്കും, ബാക്കി നിങ്ങൾ വീട്ടിലേക്ക് ഉപയോഗിച്ച് നിങ്ങൾ അവിടെ ഇരിക്കും. പക്ഷെ ഒരു 55,000-നോ ഒരു 35,000-ന്റെ ഒരു 25,000-ന്റെ ഹോം ഷോപ്പ് ചെയ്തിട്ടാണ് നിങ്ങൾ ഈ ഒരു ബിസിനസ്സിലേക്ക് സീരിയസ് ആയിട്ട് കടന്നു വരുന്നെങ്കിൽ നിങ്ങൾ ഒരിക്കലും തീർത്തിപ്പോല. കാരണം വെച്ചാൽ ഈ പ്രൊഡക്റ്റ് അവിടെ കാണുമ്പോൾ ഉള്ളിൽ തീയ, ഇതെന്താവും. പക്ഷെ മറ്റേ പ്രൊഡക്റ്റ് ഇല്ല, പിന്നെന്ത് ഇങ്ങനെ കച്ചവടം ചെയ്യാം. നമ്മളിപ്പോ ഒരു പെട്ടിക്കട തുടങ്ങുകയാണെങ്കിൽ ഏറ്റവും ചുരുങ്ങിയത് 50,000
ടു ഒരു 1 ലാഖിന്റെ മുകളിൽ എടുത്താലേ നമുക്ക് ഒരു പെട്ടിക്കട പോലും തുടങ്ങാൻ പറ്റുള്ളൂ. പക്ഷെ അതിലെ ലാഭം നമുക്ക് എന്ന് തിരിച്ചു കിട്ടുന്നുള്ളത് ഒരിക്കലും പറയാൻ പറ്റില്ല. കുറെ കെട്ട തക്കാളിയും വെണ്ടയും ഒക്കെ എടുത്ത് കളയേണ്ടി വരും. പക്ഷെ ഇതിൽ കൂടി നമുക്ക് ഒരു പ്രൊഡക്റ്റും ഇനിയിപ്പോ നിങ്ങൾക്ക് നിർത്തി പോകണമെങ്കിൽ നിർത്തി പോവുകയും ചെയ്യാം. കാരണം വെച്ചാൽ ആരും നിർബന്ധിക്കുന്നില്ല അത് ചെയ്യണം എന്നുള്ളത്. എന്താ, തുടങ്ങിയാല് നിർത്താൻ ബുദ്ധിമുട്ടില്ല, തുടങ്ങിയ കണ്ടിന്യൂ ചെയ്ത് കൊണ്ടുപോകാനാ ബുദ്ധിമുട്ട്. അത് നമ്മള് എന്താ പറയാ, പ്രതിസന്ധികളും പ്രയാസങ്ങളും വിജയിക്കാൻ പോകുമ്പോൾ നമ്മള് കോടികളാണ് നമ്മളെ കയ്യിലേക്ക് ദൈവം തരാൻ പോകുന്നത്. അപ്പൊ വിജയിക്കാൻ പോകുമ്പോൾ എന്ത് ചെയ്യും, കുറെ കുറേ പരീക്ഷണങ്ങൾ ഉണ്ടാവും. അതൊക്കെ ഞങ്ങളെ സാറ് പറഞ്ഞു തരേന്. കാരണം ഓടുന്ന സമയത്ത് നമ്മളെ വടിയെടുത്ത് തള്ളിയിടും ദൈവം. നമ്മൾ ആടെ വീണ് പോയിട്ടുണ്ടെങ്കിൽ അവിടെ കിടക്കല്ല ചെയ്യുക, അവിടുന്ന് എഴുന്നേറ്റ് ഓടുക, അതിശക്തമായിട്ട് വീണ്ടും എഴുന്നേറ്റ് ഓടുക. അതൊക്കെ ശരിക്കും പറഞ്ഞാൽ ഒരു എന്താ പറയാ മോട്ടിവേഷൻ സ്പീച്ച് തന്നെയാണ്. അപ്പൊ ഞാൻ നിർത്താം, എത്രയോ തവണ ഞാൻ നിർത്തിപ്പോകാൻ കാരണം പുതിയേട്ട അത് കഴിയൂല, നമുക്ക് ഇത്രയും കടം വീട്ടാൻ പറ്റുന്നില്ലല്ലോ, ഈ 500 1000 1500 ഇൻകം കൊണ്ടൊന്നും ഒന്നും ആവൂല, ആഴ്ചയിൽ ഇങ്ങനെയൊക്കെ കിട്ടിയിരുന്നാ ഇപ്പൊ പോവാ നിർത്തുക എന്ന് പറയുമ്പോൾ പറയും ഒരു വ്യക്തി പരാജയപ്പെടുന്നത് വിജയത്തിന്റെ തലേദിവസം എന്നറിയും. അതും വിചാരിക്കും ആ കുറച്ചുകൂടി ഒന്ന് മുന്നോട്ട് പോയി നോക്കല്ലേ എന്നറിയും. ഇന്ന് ഞാൻ നിർത്താന്ന് വെച്ചാൽ ചിലപ്പോൾ നാളേക്ക് നിങ്ങൾക്ക് വിജയിക്കാനുള്ള ഒരു അവസരം ദൈവം തരുന്നത്. അതുകൊണ്ട് കുറച്ചുകൂടി മുന്നോട്ട് പോയി അങ്ങനെ കുറച്ചുകൂടി മുന്നോട്ട് പോകും. പക്ഷെ എന്തായാലും ആ സ്റ്റോക്ക് എടുത്ത് തുടങ്ങി. അന്ന് 55,000 സ്റ്റോക്ക് എടുത്ത ഞങ്ങൾ ഇന്നിപ്പം 6.25 കോടിന്റെ ബിസിനസ് ഇവിടെ ചെയ്തു എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം. അതിൽ ഏറ്റവും വലിയ ട്വിസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ എല്ലാവരും പറയും ആദ്യം വരുന്നവർക്കല്ലേ ഇത് അന്ന് ഐഡിയ അടിക്കുന്നത്, ഈ ബെല്ലി സാറിന്റെ ഒക്കെ കൂടി ഐഡിയ അടിച്ചാലേ ഇപ്പൊ 2-10 കണ്ടിന്യൂസ് ആവുള്ളൂ എന്നല്ലേ. അതൊക്കെ ശുദ്ധ മണ്ടത്തരാ. കാരണം എന്താ വെച്ചാൽ ഇന്ന് എന്നെ കൊണ്ടുവന്ന എന്റെ സ്പോൺസർ ഇന്ന് സ്റ്റാർ റാങ്കിലാണ് നിൽക്കുന്നത്, സുധാരേട്ടെ. കാരണം വെച്ചാല് അവര് ബിസിനസ് ഏറ്റെടുത്ത് ചെയ്തില്ല, വൺ സൈഡിൽ എന്റെ ഒരു ഐഡിയ അടിച്ചു തന്നു, എന്നെ സപ്പോർട്ട് ചെയ്തു എന്നല്ലാതെ ആ വൺ സൈഡ് ഇന്നിപ്പോ ഏകദേശം എന്റെ ലെഫ്റ്റും റൈറ്റും ആൾക്ക് വൺ സൈഡ് ആയിരിക്കല്ലോ, അവിടെ 6.25 കോടിന്റെ ബിസിനസ് ഒരു ഭാഗമുണ്ട്. മറുഭാഗത്തേക്ക് എനിക്ക് തോന്നുന്നു ഒരു 1 ലാഖ് ആയില്ല, റൂബി ആയിട്ടില്ല എന്ന് എനിക്ക് തോന്നുന്നു. മൂപ്പര് എന്തായാലും ഒരു 8,000 രൂപേന്റെ അടുത്ത് വരുമാനം വാങ്ങിയിട്ടുണ്ടാവുള്ളൂ എന്റെ സ്പോൺസർ. പക്ഷെ ഞാൻ ഇന്നിപ്പോ ഏകദേശം 34 ലക്ഷം വരുമാനം ഈ ബിസിനസ് കൂടി വാങ്ങി കഴിഞ്ഞു എന്നുള്ളതാണ്. അത് നമ്മളെ ടീമിൽ മുകളിലേക്ക് നോക്കി പോവുകയാണെങ്കിൽ നിങ്ങളെ ലീഡർക്ക് എന്ത് കിട്ടി, ഞാൻ ചെയ്തിട്ടാണ് എന്റെ ലീഡർ, അങ്ങനെ ചിന്തിക്കുന്ന ആളുകൾ ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ. അനുഭവത്തിൽ എത്രയോ അനുഭവം ഉണ്ട്. ഞാൻ എന്റെ 2 ഭാഗവും ചെയ്തിട്ട് ഓൻ ഇത്ര വരുമാനം വരുന്നു അല്ല ഓക്ക് ഇത്ര വരുമാനം വരുന്നു എന്ന് ചിന്തിക്കുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ ഒരിക്കലും മുന്നോട്ട് പോകില്ല. കാരണം മുകളിലേക്ക് നോക്കി പോവുകയാണെങ്കിൽ നമ്മൾ താഴേക്ക് പോകുള്ളൂ. ലീഡർക്ക് എന്ത് കിട്ടി, പക്ഷെ നമ്മളെ കൂടെ വരുന്നവർക്ക് വരുമാനം വാങ്ങിക്കൊടുത്ത് 2 ഭാഗം ഒരേപോലെ ശ്രദ്ധിച്ചിട്ട് നിങ്ങൾ പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും ഉയരങ്ങളിൽ എത്താൻ പറ്റും എന്നുള്ളതിന് ഏറ്റവും വലിയൊരു തെളിവാണ് നിങ്ങൾ. കാരണം ഞങ്ങൾ മുകളിലുള്ളവരെ നോക്കി സുധാരേട്ടനെ നോക്കി നിൽക്കുകയാണെങ്കിലോ, പ്രതിയേട്ട വിചാരിക്കാം സുധാകരൻ വരട്ടെ, സുധാകരൻ വരട്ടെ, ഓനല്ലേ എന്നെ കൊണ്ടുവന്ന് ഐഡിയ അടിച്ച് നിന്ന്. പക്ഷെ സുധാരേട്ടന് സാഹചര്യങ്ങളിനോ വരാൻ പറ്റാത്ത, പക്ഷെ അതിന്റെ മുകളിലായിരുന്നു ഭവാനി സാറ്. ഭവാനി സാർ എല്ലാ സപ്പോർട്ടും തന്നിട്ടാണ് ഞങ്ങൾക്ക് ഇന്ന് ഇത്രയും നേട്ടങ്ങളുണ്ടായത്. പക്ഷെ അതവിടെ സുധാകരന് ഗുണ, ഒരു ഭാഗം അത്രയും കോടി ബിസിനസ് ഉണ്ടല്ലോ, മറുഭാഗത്തേക്ക് മാത്രം നോക്കി പോയാൽ ഒരാൾക്ക്. അതുകൊണ്ട് തന്നെ നമ്മൾ താഴോട്ട് നോക്കി പോവുക. പക്ഷെ നമ്മൾ ഈ 5 Cകൾ ശ്രദ്ധിക്കണം. കാരണം കോൺഫിഡൻസ് വേണം നമുക്ക് അല്ലെ. ഇപ്പൊ കാരണം എന്താ വെച്ചാല് ഈ ഒരു സ്റ്റോക്ക് എടുക്കുന്ന സമയത്ത് നല്ല കോൺഫിഡൻസ് വേണം. കാരണം വെച്ചാല് എനിക്കിത് പറ്റുമോ ആവോ, ഞാൻ എന്താവോ, അങ്ങനെയുള്ള ഒരു മനസ്സിലൊരു ചാഞ്ചാട്ടം ഉണ്ടാവാൻ പറ്റില്ല. അത് ഉറച്ചങ്ങ് വിശ്വസിക്കാം. പിന്നെ കോൺസെൻട്രേഷൻ വേണം. കാരണം എന്താ വെച്ചാൽ നമ്മളൊരു സ്റ്റോക്ക് എടുത്തു കഴിഞ്ഞാൽ പിന്നെ നമ്മള് GTSനും പിന്നെ നമ്മള് ഓല ആളായി എന്നുള്ള ലെവലില പിന്നെ നമ്മളെ അടുത്ത എന്താ പറയാ ചലനം എന്ന് പറയുന്നത്. കാരണം പിന്നെ ആ ഒരു ഏകാഗ്രതയോട് കൂടി തന്നെ നമ്മൾ പിന്നെ മീറ്റിംഗ് സെന്ററിൽ പോയിരിക്കണം. കാരണം നമ്മളെ ചിന്തകളൊക്കെ എവിടെ, ഇപ്പൊ ചെരുപ്പും ചിന്തകളും പുറത്തഴിച്ച് വെക്കാന്നൊക്കെ ബല്ലി സാർ എപ്പോഴും പറയാറുണ്ട്. അതുകൊണ്ട് തന്നെ എന്താ പറയാ ആ മീറ്റിംഗ് സെന്ററിൽ ഇരിക്കുന്ന സമയത്ത് മക്കളിലേക്കും അടുക്കളയിലേക്കും ഭർത്താവിലേക്കും ഒന്നും ചിന്ത പോവാതെ നമ്മളെ മനസ്സ് ഏകാഗ്രതയോട് കൂടി ആ ഒരു ട്രെയിനിങ് അറ്റൻഡ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് കുറേ കാര്യങ്ങൾ, അതോടെ ഡയറിയും പെന്നും എപ്പോഴും നമ്മളെ കയ്യിൽ വേണം. ഇപ്പൊ ഈ സൂമിൽ ഇരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ പോയിന്റുകൾ എഴുതി വെക്കാണ്ടാവും. ഞാൻ എവിടെ ട്രെയിനിങ് ഉണ്ടെങ്കിലും എവിടെ സൂം ഉണ്ടെങ്കിലും എനിക്കൊരു 6 ഡയറിയെങ്കിലും ഉണ്ട്. ഒരു സുദീർഘമായ ഓർമ്മശക്തിയേക്കാൾ നല്ലത് ഒരു ചെറിയ പേനയാന്ന് പറഞ്ഞത്. കാരണം അതൊക്കെ ഓരോരോ ലീഡർമാരെ കയ്യിൽ നിന്ന് കിട്ടുന്ന പോയിന്റുകളാണ്. അതൊക്കെ എഴുതി വെക്കും, എന്തും എഴുതി വെക്കും. അപ്പം അതൊക്കെ പാഠം പിന്നെ മറച്ചു വെക്കുന്ന സമയത്ത് നമ്മളെ മൈൻഡിൽ ഉണ്ടാവില്ല. ചെയ്തി വെക്കുകയാണെങ്കിൽ നാളുകളിൽ നിങ്ങൾക്ക് ആ ഡയറി എടുത്ത് നോക്കുന്ന സമയത്ത് അതൊക്കെ നിങ്ങൾക്ക് ഓർമ്മയിലേക്ക് വരാൻ എടുക്കാൻ പറ്റും. അതുകൊണ്ട് തന്നെ ആ ബുക്കിൽ എഴുതി വെച്ചിട്ട് ട്രെയിനിങ് മസ്റ്റായിട്ട് അറ്റൻഡ് ചെയ്യുക. മൂന്നാമത്തെ ഒരു കാര്യമാണ് കറേജ് എന്ന് പറയുന്നത്, ധൈര്യം. നിർബന്ധമായിട്ടും വേണം ഈ ഒരു ബിസിനസ്സിൽ ധൈര്യം. കാരണം നമ്മൾ വെൽനസ് പ്രൊഡക്റ്റുകളാണ് കൊടുക്കുന്നത്. ഉള്ളിൽ പുറത്തെടുത്ത് കളയുന്ന സമയത്ത് ആ ആൾക്ക് പല മാറ്റങ്ങളും ശരീരത്തിൽ സംഭവിക്കും. കാരണം അധികരിക്കും, പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷെ അതൊക്കെ നമ്മൾ ധൈര്യത്തോടു കൂടി നേരിടണം.
അതിന് മീറ്റിംഗ് അറ്റൻഡ് ചെയ്യണം എന്നുള്ളതിന്റെ പ്രധാന കാരണം ബെല്ലി സാർ എത്രയോ തവണ പറഞ്ഞിട്ടുണ്ട്. ഈ നമ്മളെ പ്രൊഡക്റ്റ് കഴിച്ചിട്ട് നമുക്ക് അറിയില്ലല്ലോ വെൽനെസ് എന്താണെന്നൊന്നും എനിക്കറിയില്ല. ആ തുടക്ക സമയത്ത് മീറ്റിങ്ങിന് പോകുമ്പോൾ സാറ് പറയുന്നേ, നമ്മളെ പ്രൊഡക്റ്റ് കഴിഞ്ഞിട്ട് കുടിച്ചിട്ട് എന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിൽ അവർ ഇതുവരെ ഒന്നും സംഭവിച്ചിട്ടില്ല, പക്ഷെ എന്തെങ്കിലും ബുദ്ധിമുട്ട് അവർക്ക് വരികയാണെങ്കിൽ നിങ്ങൾ എന്റെ നമ്പർ കൊടുത്തോളി, ഞാൻ ആയിക്കോളാം ബാക്കിയൊക്കെ. അതായത് നമ്മളെ ലീഡറുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന ഒരു സംസാരം അത് ഞാൻ അങ്ങനെ കേൾക്കേന്. എനിക്കും സംഭവിച്ചിട്ടുണ്ട്. ഒരു 4-5 വർഷം മുന്നേ ഞങ്ങൾ വുമൺ കമ്പാനി എന്ന് പറഞ്ഞൊരു പ്രോഡക്റ്റ് ഒരു ലേഡിക്ക് കൊടുത്ത് 4-5 ദിവസം കഴിഞ്ഞപ്പോൾ ഒരയാൾ എന്നെ വിളിക്കുന്ന രാവിലെ തന്നെ, ശ്രീജ ശ്രീജ എന്ന് പറഞ്ഞ ആളല്ലേ, അതേ നിങ്ങൾ എന്താ എന്റെ ഭാര്യയ്ക്ക് കൊടുത്ത്, ഓള് ആകെ തളർന്ന് ബോധം കെട്ട് വീണ്, ഞങ്ങൾ ആംബുലൻസ് വിളിച്ചിട്ട് കൊണ്ടുപോകാൻ പോവാണ്, നിങ്ങൾ വേഗം സ്റ്റേഷനിലേക്ക് വരാൻ പറഞ്ഞു. അപ്പൊ ഞാൻ ആകെ ഞെട്ടി. കാരണം എന്താ വെച്ചാല് പിന്നെ സ്റ്റേഷനിൽ ഏത് സ്റ്റേഷനിലേക്കാണ് ഞാൻ വരേണ്ടതെന്ന് വെച്ചാൽ ഞാൻ വേഗം. അപ്പൊ ഞാൻ പുതിയേട്ട പറഞ്ഞു, പുതിയേട്ട ഒരാൾ എന്നെ വിളിക്കുന്ന സ്റ്റേഷനിലേക്ക് ചെല്ല, ഓലെ ഭാര്യയ്ക്ക് എന്തൊക്കെയോ അയക്കുന്ന പോലെ നമ്മൾ കൊടുത്ത പ്രൊഡക്റ്റ്. അപ്പൊ എന്നോട് പറഞ്ഞ ഒന്നും പേടിക്കണ്ട. അപ്പൊ ഞാൻ മുമ്പ് ബെല്ലി സാറിന്റെ നമ്പർ കൊടുക്കല്ലേന്ന് പറഞ്ഞു. അപ്പൊ ബെല്ലി സാർ അങ്ങനെയല്ലേ പറഞ്ഞേ, അതുകൊണ്ട് കുഴപ്പമുണ്ടാവില്ലല്ലേ പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു, ഓ ഞാൻ വരാന്ന് പറഞ്ഞുകൊണ്ട് ധൈര്യത്തോടു കൂടി ഞാൻ അങ്ങനെ പറഞ്ഞ ഫോൺ വെച്ച്. പിന്നെ വിളിയൊന്നും ഉണ്ടായില്ല കേട്ടോ. 2 ദിവസം കഴിഞ്ഞപ്പോ ആ ലേഡി വിളിച്ച്, ശ്രീജേച്ചി ഒന്നും വിചാരിക്കരുത് കേട്ടോ, ഞങ്ങൾ ആ പ്രൊഡക്റ്റ് തരുന്ന ആള് എന്റെ ഒരു കെയർ ഓഫ് കൂടി കൊടുത്തതാ, ഞാനല്ല കൊടുത്തത്, പക്ഷെ എന്റെ പേരും പറഞ്ഞിട്ടാണ് കൊടുത്തത് ഒരു. പക്ഷെ അതുകൊണ്ടാണ് എന്നെ വിളിച്ച്, എന്റെ നമ്പറും കൊടുത്ത്. അപ്പൊ ഞാൻ പറഞ്ഞ, അപ്പൊ എന്നോടാണ് അന്ന് പറഞ്ഞ സമയത്ത് ഒരു പറഞ്ഞില്ല, അത് അധികരിക്കുന്നുള്ള ബ്ലീഡിങ് കൂടിയതാ, അവർക്ക് വേദന ഓവറായി. 2 മാസം എന്തായാലും അത് ഓവറായിട്ടുണ്ടാവും, ഉള്ളിലിരുന്ന് പുറത്തെടുത്ത് കളയല്ലേ. അപ്പൊ അത് അവര് പറഞ്ഞില്ലാന്ന്. പറഞ്ഞതാണെങ്കിൽ ചിലർ പറയും എന്നാ എനിക്ക് വേണ്ടാന്ന് പറയും, എന്നാ കുഴപ്പമില്ല. പക്ഷെ നമ്മള് കാര്യങ്ങൾ അങ്ങ് പറഞ്ഞു കൊടുത്താൽ പിന്നെ പ്രശ്നമില്ലല്ലോ. അതോടുകൂടി വ്യക്തമായിട്ട് പറയണം, ഇത് ഉള്ളിലുള്ളതിനെ പുറത്തെടുത്ത് കളയുന്ന സമയത്ത് ചില ശരീരത്തിന് അതൊന്ന് അധികരിക്കും എന്നുള്ളത് നമ്മൾ വ്യക്തമായിട്ട് പറഞ്ഞു കൊടുക്കണം. അപ്പൊ അത് പറയാത്ത കാരണത്താലാണ് അന്നെനിക്ക് അങ്ങനെ സംഭവിച്ചത്. പിന്നെ നമ്മൾ ഓരോ റാങ്ക് ചേഞ്ച് ചെയ്യുന്ന സമയത്തും ഒരുപാട് ആളുകളെ മുന്നിൽ മൈക്ക് പിടിച്ച് സംസാരിക്കാനുള്ള ഒരു ധൈര്യം അത് നമുക്ക് വേണം. അപ്പൊ അതുകൊണ്ട് തന്നെ കറേജ് നിർബന്ധമായിട്ടുണ്ടാവും. അപ്പൊ കോൺഫിഡൻസും കോൺസെൻട്രേഷനും കറേജും ഉണ്ടെങ്കിൽ പിന്നെ നമ്മൾ എന്താവും, കോൺക്രീറ്റ് പോലെ ഉറച്ചു പോകും അല്ലെ. അവന് ആരെന്ത് പറഞ്ഞാലും ഈ 3 എണ്ണം നമുക്ക് നമ്മളെ സ്വായത്തമാക്കി എടുത്തു കഴിഞ്ഞാൽ പിന്നെ നമ്മള് ആരെന്ത് പറഞ്ഞാലും നമ്മൾ ആ ഒരു ഉറച്ച് എത്ര കുത്തി പൊട്ടിച്ചാലും അത് അവിടെ കോൺക്രീറ്റ്. ഇന്നിപ്പോ നിങ്ങളെ ഇപ്പൊ ഇവിടെ ഈ മുന്നിലിരിക്കുന്ന ലീഡേഴ്സിനൊക്കെ ആരെന്ത് നെഗറ്റീവ് പറഞ്ഞാലും നമുക്ക് ഒരു പ്രശ്നവും ഇല്ലല്ലേ, നമുക്ക് അറിയാം. പക്ഷെ അറിയാത്ത ആളുകളോട് പോയി ചോദിച്ചാൽ നീയും കുടുങ്ങിയോ, നീയും പെട്ടോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് പല നെഗറ്റീവുകളും ഫീൽഡിൽ നിന്നുണ്ടാവും. അതൊന്നും ഉണ്ടാവരുത്. അതുകൊണ്ട് തന്നെ ആ ഉറച്ചു നിൽക്കുക. പിന്നെ നാലാമത്തെ ഒരു കാര്യമാണ് കോൺസെൻട്രേഷനും കോൺഫിഡൻസും കറേജും കോൺക്രീറ്റ് പോലെ ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കൺസിസ്റ്റൻസിയിലേക്ക് മാറുന്നില്ല, സ്ഥിരതയാവും. പിന്നെ ഇപ്പൊ ഞാനൊക്കെ സ്ഥിരതയിലേക്ക് എത്തി. അപ്പൊ ആ ഒരു ലെവലിലേക്ക് ഈ 5 Cകൾ ശ്രദ്ധിച്ചു പോവുക. പിന്നെ ABCD അപ്പൊ എപ്പോഴും പറയാറുണ്ട് ആറ്റിറ്റ്യൂഡ്. ഈ ബിസിനസ് ചെയ്യുമ്പോൾ നമുക്ക് ഭയങ്കര എന്താ പറയാ ആറ്റിറ്റ്യൂഡ് തന്നെ വേണം. കാരണം നമ്മൾ പല മനുഷ്യന്മാരെ ഒരുപാട് പേര് എന്താ പറയാ പല കാറ്റഗറിയിലുള്ള ആളുകളെയാണ് നമ്മള് എന്താ പറയാ വളർത്തിക്കൊണ്ടുവരുന്നത്. ഇപ്പൊ നമ്മള് ചീത്ത പറയുന്ന ആളുകളുണ്ടാവും. നിസാറിനോടൊക്കെ എനിക്ക് എത്രയോ ചീത്ത കിട്ടുന്നുണ്ട്. ഞാൻ എന്നിട്ട് ഇവിടെ ഒന്ന് പറയുന്നേ, അയാളെ കൂടെ ഞാൻ ഈ ബിസിനസ് ചെയ്യൂല, ഇതിനും എന്നെ ഇങ്ങനെ ചീത്ത അറിയുന്നത്. നിന്നെ ചീത്ത അറിയുന്നത് എന്താ വെച്ചാൽ എനിക്ക് ഒന്നും, ഞാൻ പൊട്ടത്തീനി ഒന്നും മനസ്സിലായില്ല. എന്നെ 10, 20, 100 തവണ പറഞ്ഞാലൊന്നും മനസ്സിലാവില്ല. അതുകൊണ്ടാണ് ഞാൻ കുറെ ട്രെയിനിങ് അറ്റൻഡ് ചെയ്തിട്ടോ, മനസ്സിലാവുന്നവരേ പഠിക്കാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് തന്നെ ഇപ്പൊ ഞാൻ അങ്ങനെ ചീത്ത അറിയില്ല. പക്ഷെ അന്ന് എന്നോട് ഇന്ന് ഇപ്പോഴും പറയും, അന്ന് ശ്രീജേച്ചി നിർത്തിപ്പോയിനെങ്കിൽ, നിന്റെ ചീത്ത കേട്ടുങ്ങാണ്ട് നിർത്തിപ്പോയിനെങ്കിൽ ഇന്ന് നിങ്ങൾക്ക് എത്ര നഷ്ടം ഉണ്ടാവുകയെന്ന് ചോദിക്കും. പറയാം അത് കറക്റ്റാണ്. കാരണം ലീഡർമാർക്ക് ഒരു നഷ്ടമില്ല, നമുക്ക് ആരാണോ നിർത്തി പോകുന്നത് അവർക്ക് മാത്രമേ നഷ്ടമുള്ളൂ. അതുകൊണ്ട് തന്നെ അത് ആ ഒരു ലെവലിൽ തന്നെ കാണുക. പിന്നെ നമ്മൾ ചെയ്യേണ്ടത് ബ്രോൺസ്, സിൽവർ, സ്റ്റാർ, റൂബി, കോർഡിനേറ്റർ വരെ നമ്മൾ എന്ത് ചെയ്യണം, ഈ ഒരു ബിസിനസിനെ പറ്റി ലേൺ ദ ബിസിനസ്സാ, ഈ ബിസിനസ് എന്താന്ന് പഠിക്കണം. നമ്മളെ കുടുംബക്കാരോ അല്ലെങ്കിൽ മുന്നേ പോയ നമ്മളെ മുൻ തലമുറയിലുള്ള ആളുകളൊന്നും ഈ ഒരു ബിസിനസ് ചെയ്തില്ല. അതുകൊണ്ട് തന്നെ ലേൺ ദ ബിസിനസ്സാ ഫസ്റ്റ് നമ്മൾ ചെയ്യുന്നത്. പിന്നെ ഒരു TC, ATC ടു STC റാങ്ക് വരെ ബിൽഡ് എ ടീമാ. ഒരു STC റാങ്ക് വരെ നമ്മളെ ടീമിനെ ബിൽഡ് ചെയ്തുകൊണ്ടേ ഇരിക്കാം. ഇന്നിപ്പോ ഒരു STCനെ എടുത്ത് ചോദിച്ചാൽ നിങ്ങൾക്കറിയാം, ഒരിപ്പോഴും ടീം ബിൽഡ് ചെയ്തുകൊണ്ടിരിക്കും ഉണ്ടാവുക. ആയില്ല, കംപ്ലീറ്റ് ആയിട്ടില്ല. പിന്നെ ഒരു RTC, NTC റാങ്ക് ആകുന്ന സമയത്തേക്കുമ്പോൾ ആ ടീമിനെ, ഉണ്ടാക്കിയ ടീമിനെ മെയിൻറ്റെയിൻ ചെയ്യുക. മെയിൻറ്റെയിൻ ദ ടീമാണ് നമ്മൾ മൂന്നാമത്തെ ലെവലിൽ വേണ്ടി. മെയിൻറ്റെയിൻ ദ ടീം എന്ന് പറയുന്നത്, നമ്മളിപ്പോ എന്റെ തൊട്ട് താഴെ 2 RTC ഉണ്ടെങ്കിൽ ഞാൻ RTCനെ മാത്രം, നിങ്ങൾ ഓരോരുത്തരും നിങ്ങളെ തൊട്ട് താഴെ ഏത് ലീഡറാണോ ഉള്ളത് വെച്ചാൽ അവരെ നിങ്ങൾ നോക്കി നിൽക്കുകയേ ചെയ്യരുത്. നാളെ ഒരു നിർത്തിപ്പോല നിങ്ങൾക്ക് എന്താ എന്താ വിശ്വാസം, എന്താ നിങ്ങൾക്ക് ഉറപ്പുള്ളത്? എന്നോട് ഭവാനി സാർ എപ്പോഴും പറയണേ,
ഞാൻ ഡയമണ്ട് ആകുമ്പോ അല്ലെങ്കിൽ ഞാനൊരു ക്രൗൺ അംബാസിഡർ ആകുമ്പോൾ നിങ്ങളുടെ കൂടെ ഉണ്ടാവും എനിക്ക് ഒരു വിശ്വാസവും ഇല്ല ശ്രീചേച്ചി എന്ന് അറിയുന്നത്. ഇപ്പോഴും പറയും, ഇന്നലെയും പറഞ്ഞിട്ടുണ്ട്. എനിക്ക് ഇയാൾ എന്തൊരു ദുഷ്ടനാണ്. STCയിലും ഞാൻ ഒരേ റാങ്കിൽ കയറിയിട്ടുണ്ട് ഭവാനി സാറിന്റെ കൂടെ. RTCയിലും ഞാൻ ഒരേ റാങ്കിൽ കയറിയിരുന്നുണ്ട്. NTC എത്തുമ്പോഴേക്കും സാറ് CTCയിലേക്ക് ഒരു ഒറ്റയാഴ്ച മുന്നേ കയറിപ്പോയി. പക്ഷെ എന്നാലും തൊട്ട് പറയുന്നുണ്ട്, ഇങ്ങനെ ഞാൻ കൂടെ നിന്നിട്ട് ഞാൻ ഉണ്ടാവില്ല എന്ന് പറയുന്നത്. ആഹാ, ഞാൻ കാണിച്ചു തരാന്ന് പറഞ്ഞാണ്ട് ഞാൻ ആ വാശിയോട് കൂടിയാ പോകുന്നത്. അപ്പൊ അത് ലീഡറോടുള്ള വാശിയോട് കൂടി, അത് നല്ലൊരു വാശിയാണ് കേട്ടോ, അല്ലാണ്ട് വേറെ പകയോട് കൂടിയിട്ടുള്ളല്ല. അങ്ങനെ ഒരു എന്താ പറയാ, പിന്നെ കോമ്പറ്റീഷൻ എന്ന് അറിയൂലേ, അതേപോലെ പോണം. അങ്ങനെ പോയിട്ട് ഒരാളെ മാത്രം നമ്മൾ തൊട്ട താഴെയുള്ള ലീഡറെ ഓള് വരട്ടെ അല്ലെങ്കിൽ ഓൻ വരട്ടെ എന്ന് പറഞ്ഞ് നിൽക്കരുത്. അവരെ കെയർ ഓഫ് കൂടി വരുന്ന സ്റ്റാറും ബ്രോൺസും സിൽവറും കോർഡിനേറ്ററും ഒക്കെ ഉണ്ട്. അവരൊരു പിടുത്തം, ആ താഴെ ഓരോ കെയർ ഓഫ് കൂടി വരുന്ന ആളുകൾ എപ്പോഴും നമ്മളെ കയ്യിലുണ്ടാവണം. കാരണം നാളെ നമ്മളെ തൊട്ട് താഴെയുള്ള ആൾ നിർത്തിപ്പോയാല് പിന്നെ നമ്മളെ താഴെയുള്ള ആളുകൾ നമ്മളെ കയ്യിലുണ്ടെങ്കിൽ ഓരോ കൂടെ ഒരു പോകില്ല എന്തായാലും. അത് 100% ഉറപ്പാണ്. അന്ന് എന്റെ ഇൻകം സൈഡിൽ 2 ZTCയും ഒരു ATCയും ഒരു TCയും പോയി. 4 ആളുകൾ പോയി. പക്ഷെ എനിക്ക് ഒരു കുലുക്കവും സംഭവിച്ചില്ല. ഭവാനി സാർ എപ്പോഴും പറയും, ശ്രീജേച്ചി ആ കുലുക്കം സംഭവിക്കാൻ എന്താ, താഴെക്കിടയിലുള്ള പിടുത്തം പോലും എന്റെ കയ്യിൽ. അതാണ് മെയിൻറ്റെയിൻ ചെയ്യാന്ന് പറയുന്നത്. നാളുകൾ അവിടെ കൊഴിഞ്ഞു പോയാൽ പോലും ഒരു വേര് എന്താ പറയുക, നമ്മളെ ട്രീ, ഒരാള് നമ്മളെ തൊട്ടടുത്തുള്ള ഒരു STC പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ ട്രീ മൊത്തം ആ വേരടക്കം പിഴുതെറിഞ്ഞു പോകുന്ന ലെവലിലേക്ക് പോവുക. പക്ഷെ താഴേക്ക് പോയി നമ്മൾ ആ പിടുത്തം കയ്യിലുണ്ടെങ്കിൽ ഒരിക്കലും നമ്മൾ ട്രീ ഒന്നും ആയി പോകില്ല. അതൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. പിന്നെ ഒരു CTC ITC ലെവലിലേക്ക് എത്തുമ്പോഴേക്കും നമ്മൾ അസറ്റ് ബിൽഡ് ചെയ്യുന്ന ലെവലിലേക്ക് മാറുന്നു. ഇപ്പൊ സുബീഷ് സാറാണെങ്കിലും ഭവനി സാറൊക്കെ അസറ്റ് ബിൽഡ് ചെയ്യുന്ന, കടങ്ങളൊക്കെ വീടി ആ ഒരു ലെവലിലൊക്കെ എത്തണട്ടോ. അവരെ നമ്മൾ പിടിച്ചു നിൽക്കണം. എന്നാലും ഒരു 5-6 വർഷം മതി പണിയെടുക്കുക, വേറെ ഒന്നും വേണ്ട. പിന്നെ ഒരു WTC എന്ന് പറഞ്ഞ ലെവലിലേക്ക് എത്തുമ്പോഴേക്ക് നമ്മളെ ഫാമിലി ഹാപ്പി ആയി മാറും. ഇന്നിപ്പോ ബല്ലി സാർ അങ്ങനെ കാണുന്നില്ലേ, ഞാൻ എപ്പോഴും ആഗ്രഹിക്കുന്ന ഒരു 5000 സ്ക്വയർ ഫീറ്റ് വീട് എന്റെ ഒരു ഒടുക്കത്തെ ആഗ്രഹം പറയും. പക്ഷെ അത് നമ്മളത് കാണിച്ചു തരാം. നമ്മൾ ബല്ലി സാറ് 12,000 സ്ക്വയർ ഫീറ്റ് വീട് ഉണ്ടാക്കിയിട്ട് നമുക്കൊക്കെ വേണ്ടിയിട്ട് ആ വീട് ഉണ്ടാക്കുന്നത്, നമ്മളൊക്കെ മോട്ടിവേഷനിൽ കൂടി ബിസിനസ് ചെയ്ത് ആ ലെവലിലേക്ക് മാറാൻ വേണ്ടിയിട്ട്. അപ്പൊ അതൊക്കെ നമ്മളെ മുന്നേ പോയ ലീഡറിന്റെ മാറ്റങ്ങളൊക്കെ കണ്ട് നമ്മൾ മാറാൻ തയ്യാറാവുക. ഇതൊരു ക്യൂവിൽ നിൽക്കുമ്പോൾ ഉന്തും തിക്കും തള്ളും ഒക്കെ ഉണ്ടാവും. പക്ഷെ അതൊക്കെ സഹിക്കാൻ പറ്റില്ല. നമ്മളെ വയ്യുന്ന ഒരാൾ ഉന്തുന്ന സമയത്ത് എനിക്ക് ആവില്ല ഈ ഉന്തും സഹിക്കാൻ പറഞ്ഞപ്പോഴും ഇങ്ങോട്ട് മാറി നിൽക്കുകയാണെങ്കിൽ ക്യൂ എന്തായാലും അതിന്റെ വഴിക്ക് മുന്നോട്ട് പോകും. പക്ഷെ ആ ഒരു സ്ഥാനത്തെത്തുമ്പോൾ, ആ ലക്ഷ്യസ്ഥാനത്തെത്തുമ്പോൾ ഞാനായിരുന്നു അവിടെ നിന്നുണ്ടായിരുന്നു പറഞ്ഞ് നിങ്ങൾ പുറകെ പോയി നിൽക്കാൻ നോക്കിയാൽ ഒരാളും സമ്മതിക്കൂല. അതുകൊണ്ട് തന്നെ ഉന്തും തിക്കും തള്ളും ഒക്കെ സഹിച്ചിട്ട് അവിടെ നിന്ന് കൊടുക്കുക. ബാക്കിയൊക്കെ നമുക്ക് എന്താ പറയാ, ആരെന്ത് പറഞ്ഞാലും കമാന്നൊരക്ഷരം മിണ്ടരുത്. അതൊക്കെ ഉണ്ടാവും, പല ആളുകളും പലതൊക്കെ പറയും. പക്ഷെ അത് മനസ്സിലാവാത്തോണ്ടാണ്. നാളുകളിൽ എനിക്കും ഒരു ടീം ഉണ്ടാവും. ഞാൻ എന്റെ ലീഡർ എന്താണോ ചെയ്തത് അതൊക്കെ നാളെ എനിക്ക് ഇന്ന് കിട്ടും എന്നുള്ളൊരു ബോധം ഇല്ലാത്തതുകൊണ്ടാണ് അങ്ങനെ ചെയ്യാത്തത്. ഞാൻ ഇന്ന് വരെ ഭവാനി സാറിനെ ഒന്നും പറഞ്ഞിട്ടില്ല. കാരണം എനിക്കറിയാം സാറിന്റെ ആ ഒരു പ്രഷർ എന്തിനാ വെച്ചാൽ ഞാൻ നന്നാവാൻ വേണ്ടിയിട്ട്, എനിക്ക് എന്റെ നന്മയ്ക്ക് വേണ്ടിയിട്ടാണ് സാറ് പറയുന്നുള്ള ഒരു ബോധം എനിക്കുണ്ട്. അത് മാത്രം ഉണ്ടായാൽ മതി നിങ്ങൾക്ക്. ലീഡർമാർ എന്ത് പറഞ്ഞാലും, അസോസിയേറ്റ് എന്ത് പറഞ്ഞാലും അവരെ വിവരം, അനീഷ് സാർ എപ്പോഴും പറയാറുണ്ട്, നമ്മളെ രക്ഷപ്പെടുത്താൻ ദൈവം കൊണ്ടു തരുന്ന ആളാണ് നമ്മൾ അസോസിയേറ്റ് ആയി വരുന്നത്. അപ്പൊ അവരെ ഭരിക്കാനും ഒന്നും പോകാൻ പാടില്ല. അവരെന്താണോ ചെയ്യുന്നത് അവർക്ക് നല്ല മാർഗങ്ങൾ നിർദ്ദേശിച്ചു കൊടുത്തിട്ട് പഠിപ്പിക്കുക. വർക്ക്ഷോപ്പ് വെച്ചിട്ട് പ്ലാൻ പ്രസന്റേഷനും ടെക്നിക്കൽ വർക്ക്ഷോപ്പും വെച്ച് പഠിപ്പിച്ച് അവരെ ഫീൽഡിൽ ഇറക്കാതെ പിന്നെ ഒരുമ്പളെ നോക്കൂല. പഠിപ്പിക്കാത്തത് കൊണ്ടാണ് ഒരുമ്പളെ ഇങ്ങനെ ആശ്രയിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ റിസ്ക് നിങ്ങൾ എടുത്തിട്ട്, ഒരു DTC എബോ ലീഡേഴ്സ് ആ റിസ്ക് എടുത്തിട്ട് അവരെ പഠിപ്പിക്കാൻ തയ്യാറാവുക. പഠിച്ചിറങ്ങിയ പിന്നെ നമ്മൾ അവർ നോക്കുകയില്ല. ഇന്ന് പിന്നെ നോക്കാറ് പോലും ഇല്ല എന്റെ ലീഡർമാര്. അവരങ്ങ് പോവും. അതുകൊണ്ട് തന്നെ ഇന്ന് എനിക്ക് വെറുതെ ഇരുന്നാൽ പോലും വരുമാനം വരുന്ന ലെവലിലേക്കൊക്കെ മാറാൻ സാധിച്ചിട്ടുണ്ട്. എന്തായാലും ഈ ബിസിനസ്സിൽ വന്നേരെ ഞാൻ പ്ലെയിനിലൊന്നും ഞാൻ ഇതുവരെ ഫ്ലൈറ്റിൽ കയറിയെന്ന് വെച്ചാൽ അടുത്തുനിന്ന് പോലും കണ്ടെന്ന് വെച്ചാൽ ഒരു കൊച്ചി പോകുമ്പോൾ ഒരു ദിവസം അവിടെ പോയി കണ്ടു എന്നല്ലാതെ ഞാൻ ഇന്ന് വരെ എന്റെ ജീവിത ആയുസ് 46 വയസ്സായി. ഈ ആയുസ്സിൽ വരെ ഞാൻ ഫ്ലൈറ്റ് കയറിയിട്ടില്ല. പക്ഷെ കമ്പനി NTC പോലെ ലീഡേഴ്സ് മീറ്റ് വെച്ച് മുംബൈയിൽ വെച്ചിട്ടായിരുന്നു. അങ്ങോട്ട് പോകുമ്പോൾ ഞങ്ങള് ഫ്ലൈറ്റിൽ കയറി. ഞങ്ങൾ ബല്ലി സാറിന്റെയും സുബീഷ് സാറിന്റെയും ധനീഷ് മാധവൻ സാറിന്റെയും ഒക്കെ കൂടെ അടിപൊളിയായിട്ട് ഒരു ഫ്ലൈറ്റിലൊക്കെ പോകാൻ സാധിച്ചത് ഈ ബിസിനസ്സിൽ വന്നോണ്ട് മാത്രാട്ടോ. പക്ഷെ തിരിച്ചു വരുന്ന സമയത്ത് അവിടേക്ക് 1.5 മണിക്കൂർ കൊണ്ട് ഫ്ലൈറ്റിൽ മുംബൈയിൽ എത്തിയെങ്കിൽ ഇങ്ങോട്ട് ഞങ്ങൾ ട്രെയിനിലായിരുന്നു പോകുന്നത്. 21 മണിക്കൂർ ട്രെയിനിൽ ഇരുന്നിട്ട് ഞാൻ ആകെ ചടച്ച് പോയി. അങ്ങോട്ട് ഫ്ലൈറ്റ് പോയപ്പോ എനിക്ക് ഭയങ്കര എനർജി. ഇങ്ങോട്ട് പോയപ്പോ ഞാൻ ധനിയ സാറിനോട് പറയാം, സാറ് 2 കവചപ്രാവശ്യം വിറ്റാ കിട്ടാവുന്ന പൈസ ഒരു ഫ്ലൈറ്റിനുള്ളൂ. നമ്മൾ ഇത്രയും വെറുതെ അല്ല കേട്ടോ വലിയ വലിയ ബിസിനസ്സുകാരൊന്നും പിന്നെ എന്താ പറയാ ട്രെയിനിലൊന്നും പോരാത്ത ഫ്ലൈറ്റിൽ പോകുന്നത്.
ഒരു സമയത്തിന്റെ വില അന്നപ്പം മനസ്സിലായി. ഈ 21 മണിക്കൂർ ചടച്ചിട്ടാണ് അവിടുന്ന് ഇങ്ങോട്ട് പോകുന്നത്. അപ്പൊ നമ്മൾ ആ ഒരു ലെവലിലൊക്കെ ചിന്തിക്കാനൊക്കെ ഈ ഒരു ബിസിനസ് കൂടി എനിക്ക് ഉണ്ടായി എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു പ്രത്യേകത. എന്തായാലും ഈ കാര്യങ്ങളൊക്കെ ചെയ്ത് നിങ്ങൾ മുന്നോട്ട് പോവുക. പിന്നെ ഇന്ന് ഒരു സൈക്കിൾ പോലും ഇല്ലാത്ത സാഹചര്യത്തിൽ ഒരു വണ്ടി വാങ്ങിച്ചു. രണ്ടാമത്തെ ഇലക്ട്രിക് വണ്ടി കഴിഞ്ഞ ഒരു 6 മാസം മുന്നേ പുതിയതായിട്ട് ഒന്നുകൂടി വാങ്ങിച്ചു. കാരണം നമ്മൾ ഒരു ടീം ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞ് ഇനി അടുത്ത എത്രയോ ഐഡിയകൾ ഉണ്ട് നമുക്ക്. ഒന്ന് മാത്രമൊന്നുമല്ല, ഇഷ്ടം പോലെ ഐഡിയ ഉണ്ട്. അതൊക്കെ ഡെവലപ്പ് ചെയ്തിട്ട് മുബീൻ സാറിനെ പോലെ മാസത്തിൽ 1 കോടി വരുമാനമൊക്കെ വാങ്ങണ്ടേ? അതിന് ഇവിടെ പണി ഇങ്ങനെ കിടക്കുക. ഇപ്പോഴും അനീഷ് സാറ്, ഞങ്ങൾ നാളെ RTCA ലീഡേഴ്സ് മീറ്റ് ഇവിടെ വെച്ചിട്ട് ആലപ്പുഴ വെച്ചിട്ട് അനീഷ് സാറിന്റെ ഹൗസ് ബോട്ടിൽ ഒരു ദിവസം താമസിക്കുകയൊക്കെ ചെയ്ത് ബുധനാഴ്ച പോയിട്ട് ഞങ്ങൾ വെള്ളിയാഴ്ച അവിടെ എത്തി. അപ്പൊ അവിടെ പോയ സമയത്ത് സാറ് പറയാം, എനിക്ക് 2.5 കോടി ബിസിനസ്സിൽ 2.5 കോടി ഉണ്ട് ഇപ്പൊ കടാക്കി വെച്ചിട്ട് ഞാൻ. കാരണം എനിക്ക് 2 വാഹനം വിറ്റാനുള്ള കടയുള്ളൂ. വിറ്റാല് വീട്ടാവുന്ന കടയുള്ളൂ. പക്ഷെ ഞാൻ ഉണ്ടാക്കി വെച്ചതാ. അങ്ങനെ കുറേ ഒരു 10 12 വീടും ഒരുപാട് സ്ഥലങ്ങളും കോടികൾ വിലമതിക്കുന്ന വാഹനങ്ങളും ഒക്കെ ഉണ്ട്. പക്ഷെ സാറ് ഇപ്പോഴും എനിക്ക് തികയുന്നില്ല എന്ന് പറയുന്നത്. കാരണം പൈസ കിട്ടിയാൽ ആർക്കും തികയില്ല. അതുകൊണ്ട് തന്നെ അത് അടുത്ത ഐഡി ബിൽഡ് ചെയ്യാന്നുള്ള ലെവലിലേക്ക് തന്നെയാ പോകുന്നത്. അതുകൊണ്ട് തന്നെ അത് ഇനിയും ഒരുപാട് പണികളുണ്ട്. ഇത് മാത്രമല്ല, കുറച്ചും കൂടി ഒന്ന് ഫാസ്റ്റ് ആയിട്ട് ഉള്ള ഐഡിയയിൽ ഫസ്റ്റ് ഐഡിയയിൽ തന്നെ 2,10,000 വാങ്ങി അടുത്ത ഐഡിയ ഒക്കെ ഡെവലപ്പ് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ ചെയ്യാണ്ട്. അതൊക്കെ ചെയ്യാം. ഒരു നിമിഷം പോലും നമുക്ക് വെറുതെ ഇരിക്കാനുള്ള സമയമില്ല. ഫുൾ ടൈം കരിയർ ആയിട്ട് ഏറ്റെടുക്കുക. ഒരു 30 വർഷം ഗവൺമെന്റ് എംപ്ലോയി പണിയെടുത്താൽ ഏകദേശം 25,000 രൂപ വരുമാനം വരുന്ന ഒരാൾക്ക് 90 ലക്ഷം രൂപയെ കിട്ടുള്ളൂ. ഒരു 30 വർഷം പണിയെടുത്താൽ. ഒരു 50,000 ശമ്പളം കിട്ടുന്ന ഒരാളാണെങ്കിൽ ഏകദേശം 1,80,00,000 അല്ലെ 2 കോടി ഉണ്ടാക്കാൻ പറ്റും. നമ്മൾ ICICI ബാങ്കിൽ അസിസ്റ്റന്റ് മാനേജറാണ് ഞങ്ങളെ സുബൈർ സാർ. സുബൈർ സാർ 55,000 60,000 വരുമാനം വാങ്ങുന്ന ആള്. അയാൾ അന്നൊരു തീരുമാനം എടുത്ത്, ഞാൻ ജീവിത ആയുസ്സിൽ ഉണ്ടാക്കാൻ ഏകദേശം 2 കോടിന്റെ അടുത്ത് എനിക്ക് ഉണ്ടാക്കാൻ പറ്റുള്ളൂ. പക്ഷെ ഇതിൽ കൂടി നമുക്ക് അൺലിമിറ്റഡ് ഇൻകം. ഇന്നിപ്പോ 6 7 8 വർഷമായിരുന്നു സുബൈർ സാർ മൈ ലൈഫിൽ വന്നിട്ട് 2.25 കോടി വരുമാനം ഉണ്ടാക്കി കഴിഞ്ഞെന്നാ പറയുന്നത്. അപ്പൊ നിങ്ങളൊന്ന് കൂട്ടി നോക്കി. ആ 30 വർഷം പണിയെടുത്താൽ 1,80,00,000 കിട്ടുന്ന ആൾക്ക് ഇന്ന് 7 വർഷം പണിയെടുത്തപ്പോൾ ഈ 2.25 കോടി മൈ ലൈഫ് കൂടി നേടാൻ പറ്റി. ഇനി അയാൾക്ക് എത്ര നേടാൻ പറ്റും? അൺലിമിറ്റഡ്. നമുക്ക് പറയാൻ പറ്റുമോ കണക്ക്? ഒരിക്കലും പറയാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ ഈ ബിസിനസ്സിൽ നിങ്ങൾ 2,10,000 കണ്ടിന്യൂസ് വരികയാണെങ്കിൽ നിങ്ങൾക്ക് 1 വർഷം കൊണ്ട് 1,09,20,000 രൂപ ഉണ്ടാക്കാൻ പറ്റും. ഇന്ന് 2017 മുതൽ നമ്മൾ അനീഷ് സാറ് കണ്ടിന്യൂസ് 2,10,000 ഓലൊക്കെ എമൗണ്ട് കൂട്ടുകയാണെങ്കിൽ കാൽക്കുലേറ്റർ പോലെ അടിച്ചു. അതുകൊണ്ട് കൂട്ടാൻ പോയിട്ടില്ല. നമുക്ക് കഴിയുന്ന കാര്യങ്ങൾ കൂട്ടി മുന്നോട്ട് പോകാം. എന്തായാലും ഇതിന്റെ സാധ്യത മനസ്സിലാക്കി വളരെ സീരിയസ് ആയിട്ട് ബിസിനസ് ഏറ്റെടുത്ത് ചെയ്യാന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ഒരുപാട് നേട്ടങ്ങൾ ഉണ്ടാക്കി കാറൊക്കെ സ്വന്തമായിട്ട് ഓടിച്ചു പോകാനും ഒക്കെ ഈ ഒരു ബിസിനസ് കൂടി പറ്റിയിട്ടുണ്ട്. ഞാൻ കളിയാക്കും എല്ലാ ഡീലർമാരൊക്കെ. കാറ് പോകുമ്പോൾ പിന്നെ ഡ്രൈവർ ഇല്ലാതെ പോകുന്നതായിട്ട് തോന്നും, ഫീൽ ചെയ്യുന്നൊക്കെ പറഞ്ഞിട്ട്. ഞാൻ പറഞ്ഞ സൈസിലും ലുക്കിലും ഒന്നല്ല കാര്യം സാറേ, വർക്കിലാണ്. വർക്ക് ചെയ്തുകൊണ്ട് മാത്രമേ എനിക്ക് ഈ നേട്ടങ്ങളൊക്കെ ഉണ്ടാക്കാൻ പറ്റുള്ളൂ. ഞാനും എൻ്റെ ടീമും ആ കൂടെ കട്ടയ്ക്ക് നിന്നുകൊണ്ട് തന്നെ. അപ്പൊ എന്തായാലും എല്ലാവർക്കും നല്ല വരുമാനങ്ങൾ ഈ ഒരു ബിസിനസ് കൂടി ഉണ്ടാക്കാൻ സർവേശ്വരൻ അനുഗ്രഹിക്കട്ടെ. ഞാനും മൈ ലൈഫിൽ ഉണ്ടായിരുന്നു എന്ന് പറയാനുള്ള ഒരു അവസ്ഥ ആർക്കും വരാതിരിക്കട്ടെ. സീരിയസ് ആയിട്ട് ബിസിനസ് ഏറ്റെടുത്ത് ചെയ്യുക. എല്ലാവർക്കും നല്ല വിജയങ്ങൾ ഉണ്ടാവട്ടെ. എന്തായാലും എന്നെ ഇങ്ങോട്ട് ഇൻവൈറ്റ് ചെയ്ത പ്രവീൺ സാറിന് ഒരിക്കൽ കൂടി ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ നിർത്തുന്നു. ജയ് ഹിന്ദ്, ജയ് മൈ ലിസ്റ്റ്. ഓക്കെ, താങ്ക് യു. ഓക്കെ.